നമസ്കാരം. ഫ്യൂച്ചർ പ്ലസിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 3ാം സെമസ്റ്ററിലെ എലക്റ്റീവ് കോഴ്സ് ആയിട്ടുള്ള ചലച്ചിത്ര പഠനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1ാമത്തെ ബ്ലോക്കിലെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു. ചലച്ചിത്രത്തിന്റെ ആവിർഭാവവും വിവിധ ഷോട്ടുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പൊ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണാം. അപ്പോൾ ബ്ലോക്ക് 1 സിനിമയുടെ വ്യാകരണം എന്ന് പറഞ്ഞതിൽ നമുക്കിനി പഠിക്കാൻ കുറച്ചും കൂടി സാങ്കേതികപരമായിട്ടുള്ള വശങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഒരു ഭാഗത്തിൽ നിന്നാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്യുക. ആ പോയിന്റുകൾ തന്നെ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് വിവരിച്ച് കാര്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ള ഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഇതിൽ 3ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ക്യാമറ ആംഗിൾ അഥവാ ക്യാമറയുടെ വീക്ഷണകോണിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് അല്ലെ. ആംഗിൾ എന്നുള്ള ഇംഗ്ലീഷ് പദത്തെ മലയാളത്തിൽ നമ്മൾ വീക്ഷണകോണെന്ന് ഉപയോഗിക്കും അല്ലെ. അപ്പൊ ക്യാമറയുടെ വിവിധ ആംഗിളുകളെ കുറിച്ച് അഥവാ വീക്ഷണകോണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സിനിമ അല്ലെ, ആ സിനിമയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാങ്കേതിക വസ്തുവാണ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാമറയിലൂടെ പകർത്തുന്ന ദൃശ്യങ്ങളാണ് അല്ലെ പിന്നീട് എഡിറ്റ് ചെയ്യപ്പെട്ട് നിരവധി എഫക്റ്റുകൾ ചേർക്കപ്പെട്ട് നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ വിധേയപ്പെടുത്തിയതിനു ശേഷം സിനിമയായി രൂപാന്തരപ്പെട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറകളുടെ ആംഗിളുകൾക്കൊക്കെ ഒരു ചലച്ചിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ആ ആംഗിളുകളെ കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ക്യാമറ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ആദ്യത്തെ പോയിന്റ് തന്നെ, നിർമ്മാണ വേളയിൽ കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിന്റെ പ്രതിരൂപത്തെ പല വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറയിലൂടെ പകർത്താം. ഉദാഹരണത്തിന് ഒരു ബോളാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു അല്ലെ. അപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതിനെ വിവിധ ആംഗിളുകളിലേക്ക് വിവിധ വീക്ഷണകോണുകളിലൂടെ ക്യാമറയിലേക്ക് പകർത്താനായി സാധിക്കും. എങ്ങനെയൊക്കെ, ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നത് നേരിട്ടാണ് അല്ലെ. അപ്പൊ നേരെ നിന്നുള്ളത് പകർത്താനായി സാധിക്കും. അതേസമയം ക്യാമറ 2 വശങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വശങ്ങളിൽ നിന്നും എന്നെ ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോ എത്തരത്തിലാണ് ചിത്രീകരിക്കേണ്ടത് അല്ലെങ്കിൽ ആ ചിത്രീകരണത്തിന്റെ ആവശ്യകത ഏത് വിധേനയാണ് എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ക്യാമറയുടെ ആംഗിളുകൾ തീരുമാനിക്കുക. അതായത് ഒരു ക്യാമറ എവിടെ വെച്ച് കഴിഞ്ഞാലാണ് കൃത്യമായിട്ടുള്ള ആ ചിത്രത്തെ പകർത്തിയെടുക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ ആ അവതരിപ്പിക്കുന്ന സന്ദർഭം എന്താണ്, ആ സന്ദർഭത്തിലെ വികാരങ്ങൾ എന്താണ് എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്യാമറ ആംഗിളുകൾ നിജപ്പെടുത്തുക. അപ്പോ ക്യാമറ ആംഗിളിന് ചലച്ചിത്രത്തെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. അതിനോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ആംഗിളുകൾ ഏതൊക്കെയാണെന്നും ഓർത്തു വെക്കണം. ഇപ്പൊ ക്യാമറ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദൃശ്യത്തെ ഇപ്പൊ സിനിമ നിർമ്മിക്കുകയാണ്, അതിന്റെ നിർമ്മാണ ഘട്ടത്തില് ഒരു കഥാപാത്രത്തിന്റെ ചിത്രീകരണം നടക്കുകയാണല്ലോ അല്ലെ. കഥാപാത്രം ചിലപ്പോൾ ഒരു സംഭാഷണം നടത്തുന്നതായിരിക്കും രംഗം. ആ രംഗം എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ക്യാമറ ആംഗിളുകൾക്ക് അനുസരിച്ചായിരിക്കും. അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ക്യാമറ എവിടെ വെക്കണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, ക്യാമറ ആംഗിളുകൾ അഥവാ ക്യാമറയുടെ വീക്ഷണകോൺ എന്ന് പറയുക. ഇനി ചിത്രീകരിക്കാനുള്ള സൗകര്യം നോക്കിയിട്ടല്ല എന്ത് ചെയ്യുക, ക്യാമറ എവിടെ വെക്കണം എന്ന് തീരുമാനിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ നേരെ മുന്നിൽ വെക്കുന്നതാണ് അതിന്റെ സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെക്കുന്നതല്ല ഒരു ക്യാമറയുടെ ആംഗിൾ എന്ന് പറയുന്നത്.
സിനിമ ഒരു കലയാണല്ലോ അല്ലെ, അതുപോലെ തന്നെ ക്യാമറ ഉപയോഗിക്കുന്നതും ഒരു കലയാണ്. ഒരു സന്ദർഭത്തെ ചിത്രീകരിക്കുന്ന സമയത്ത് ആ സന്ദർഭത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു കഥാപാത്രത്തിന്റെ വികാര തീക്ഷ്ണമായിട്ടുള്ള ഒരു മുഹൂർത്തം കാണിക്കുന്ന വേളയിൽ അകലെ നിന്നുകൊണ്ട് ചിത്രീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വികാരത്തെ അതേപടി തന്നെ പകർത്താൻ സാധിക്കണം എന്നില്ല അല്ലെ. അപ്പോ ഒരു പക്ഷെ ഏറ്റവും അടുത്ത് കൊണ്ടുവന്ന് ചിലപ്പോ താഴെയോ മുകളിലോ വെച്ചിട്ട് വേണ്ടിവരും ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സിനിമയിൽ നിർമ്മാണ ഘട്ടത്തിലെ പ്രത്യേകമായിട്ടുള്ള സന്ദർഭത്തിൽ ക്യാമറ എവിടെ വെക്കണം എന്ന് തീരുമാനിക്കുന്നത് സിനിമയുടെ മൊത്തത്തിലുള്ള ഗതിയെ തന്നെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ആ സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കും. അത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു രേഖയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം. അപ്പൊ ചിത്രീകരണത്തിന്റെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള എളുപ്പം ഇവിടെ വെച്ചിട്ട് എടുക്കാനാണെന്ന് പറഞ്ഞ രീതിയിലേക്കല്ല ക്യാമറ ആംഗിളുകൾ നിശ്ചയിക്കുക. പിന്നെയോ പ്രമേയത്തിന്റെ ഗൗരവത്തിനനുസരിച്ചാണ് അല്ലെ. ഒരു പ്രമേയം, ആ കഥയിലെ സന്ദർഭം എന്താണ്, ആ സന്ദർഭത്തിൽ ആ ക്യാമറ എവിടെ വെച്ച് കഴിഞ്ഞാലാണ് കൃത്യമായ സന്ദർഭത്തിന്റെ മുഴുവൻ അംശത്തെയും ചിത്രീകരിച്ചെടുക്കാൻ സാധിക്കുക, അത്തരം ഒരു ആംഗിളിലായിരിക്കും വെക്കുക, ക്യാമറ വെക്കുക എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോ ഇതാണ് ക്യാമറ ആംഗിളുകളെ കുറിച്ചിട്ട്. ഇതാണ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ക്യാമറ ആംഗിളുകൾ എന്താണ് അതിന്റെ ആവശ്യകത എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിവിധ തരത്തിലുള്ള ആംഗിളുകളാണ്. അതായത് ക്യാമറ ഏതൊക്കെ തരത്തിൽ ചിത്രീകരണ സമയത്ത് വെക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള വിവിധ തരം ആംഗിളുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നു അല്ലെ. അതായത് ക്യാമറയുടെ വീക്ഷണം, എവിടെയെല്ലാം ക്യാമറ വെക്കണം, എങ്ങനെയെല്ലാം ക്യാമറ വെക്കണം എന്നുള്ളത്. ഇനി കുറച്ച് സാങ്കേതിക പദങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കും. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഷോട്ട് എന്ന് പഠിച്ചു അല്ലെ. അതായത് ഒരു സിനിമ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഒരു നിശ്ചിത സമയം അല്ലെ, ഒരു ക്യാമറ ഓണാക്കി ഓഫ് ആക്കുന്നത് വരെ എന്തൊക്കെ ദൃശ്യങ്ങളാണോ അതിൽ ആ ക്യാമറയിൽ പതിയുന്നത് അതിനെയാണ് നമ്മൾ ഒരു ഷോട്ടായിട്ട് പരിഗണിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആ ഷോട്ടുകൾക്ക് അനുസരിച്ചിട്ടാണ്, ഷോട്ട് എടുക്കണമെങ്കിൽ എന്ത് വേണം, ക്യാമറ വേണമല്ലോ അല്ലെ. അപ്പൊ ആ ക്യാമറകൾ എങ്ങനെയെല്ലാം വെക്കണം എന്ന് തീരുമാനിക്കുന്നത് ഷോട്ടുകൾക്ക് അനുസരിച്ചിട്ടാണ്. മനസ്സിലായോ? അതായത് ഒരു ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓണാക്കി ഓഫ് ആക്കുന്നതിനിടയ്ക്ക് ദൃശ്യമാകുന്ന ചിത്രീകരണങ്ങൾ എന്തെല്ലാം ക്യാമറയിൽ പതിയുന്നു അതാണ്. അപ്പോൾ ഒരു ഷോട്ടിന്റെ പ്രത്യേകത അനുസരിച്ച് ആ ഷോട്ടിൽ എന്താണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ 1 മിനിറ്റുള്ള ഒരു ഷോട്ടാണെന്ന് വിചാരിക്കുക. ഒരു കഥാപാത്രത്തിന്റെ അവസ്ഥ ചിത്രീകരിക്കുകയാണ്, അദ്ദേഹം ഒരു രോഗാവസ്ഥയിൽ നടക്കുന്നതാണ് അവസ്ഥ എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു രോഗാവസ്ഥയെ 1 മിനിറ്റിനകത്ത് ചിത്രീകരിക്കണമെങ്കിൽ ആ ചിത്രീകരിക്കുന്ന ആ സന്ദർഭത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ക്യാമറയുടെ ആംഗിളുകൾ പലതരത്തില് ക്രമീകരിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ഷോട്ടുകള് ക്യാമറയുടെ ആംഗിളുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും 5-6 തരത്തിലുള്ള ഷോട്ടുകളാണ് അല്ലെങ്കിൽ ക്യാമറ ആംഗിളുകളാണ് നമുക്ക് ഉള്ളത്. നോക്കാം ഏതൊക്കെയാണ്. 1, ലോ ലെവൽ ആംഗിൾ ഷോട്ട്. അപ്പോൾ പല പല ആംഗിളുകളാണ്, അഥവാ പല പല വീക്ഷണ കോണുകളാണ്. ഒന്നാമത്തെയാണ് ലോ ലെവൽ ആംഗിൾ ഷോട്ട്. രണ്ടാമത്തെ ഐ ലെവൽ ഷോട്ട്. 3 ഹൈ ആംഗിൾ ഷോട്ട്. ഐയും ഹൈയും വ്യത്യാസമുണ്ട് കേട്ടോ. ഐ എന്താണ്, കണ്ണ് എന്നുള്ള അർത്ഥത്തിലാണ് ഐ ലെവൽ ഷോട്ട് എന്ന് പറയുന്നത്. ഹൈ എന്ന് പറഞ്ഞാൽ എന്താ, ഉയർന്നത് അല്ലെ. അപ്പൊ ഉയർന്ന ആംഗിളിലുള്ള ഷോട്ടാണ് ഹൈ ആംഗിൾ ഷോട്ട്. 4 ഏരിയൽ ഷോട്ട്. 5 ഒബ്ലിക് ഷോട്ട് അഥവാ ഡച്ച് ആംഗിൾ ഷോട്ട്. 6 പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. ഇത്തരത്തില് 6 ആംഗിൾ ഷോട്ടുകളാണ്, ക്യാമറ ആംഗിളുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ലോ ലെവൽ ആംഗിൾ ഷോട്ട്, ഐ ലെവൽ ഷോട്ട്, ഹൈ ആംഗിൾ ഷോട്ട്, ഏരിയൽ ഷോട്ട്, ഒബ്ലിക് ഷോട്ട്, അതുപോലെ തന്നെ പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. ഇത്തരത്തില് 6 ആംഗിളുകളെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഇനി ഇവ എന്തെല്ലാമാണെന്ന് വിവരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് ഈ ചിത്രങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കുക. നമ്മൾക്കിത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഏത് തരത്തിലുള്ള ഷോട്ടാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ലെവൽ ആംഗിൾ ഷോട്ട്. നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുക്കി മനസ്സിലാക്കി വെക്കുക, തലക്കെട്ടിൽ തന്നെ
മിക്കതിന്റെയും അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ലോ ലെവൽ എന്തായിരിക്കും? നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലെ, ലോ ലെവൽ എന്ന് പറയുന്നത്. ലോ ലെവൽ എന്താ? താഴെ എന്നുള്ളൊരു അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പൊ താഴെ നിന്ന് ചിത്രീകരിക്കുന്നതാണ്. എങ്ങനെയാ ചിത്രീകരിക്കുന്നത് നോക്കാം. വസ്തുവിന് താഴെയായി ക്യാമറ ഉറപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് ചരിച്ച് ഉയർത്തി വെച്ച് ഇത്തരം ദൃശ്യങ്ങളെ ചിത്രീകരിക്കുന്നു. പിന്നെ അവിടെ നിൽക്കുകയാണ്, അപ്പൊ എന്റെ ദൃശ്യം പകർത്തുകയാണ്. അപ്പൊ ക്യാമറ എവിടെ ഇരിക്കുന്നുണ്ടാവുക വിചാരിക്കും, താഴെയുള്ള ഏതെങ്കിലും ഭാഗത്തായിരിക്കും ക്യാമറ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്ന് ക്യാമറ മുകളിലേക്ക് ഉയർത്തി വെക്കണം അല്ലെ, ഉയർത്തി വെച്ചാലല്ലേ ദൃശ്യത്തെ പകർത്താനായിട്ട് സാധിക്കൂ. അപ്പൊ താഴെ വെച്ചുകൊണ്ട് കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെ ചിത്രീകരിക്കുന്ന രീതിയാണ് എന്ത് പറയുക? ലോ ലെവൽ ആംഗിൾ ഷോട്ട്. ഓർത്തേക്ക്, താഴെ വെച്ചുകൊണ്ട് കഥാപാത്രത്തിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെയോ ചിത്രീകരിക്കുന്നതിനെ ലോ ലെവൽ ആംഗിൾ ഷോട്ട് എന്ന് പറയുന്നു. ഇനി ലോ ലെവൽ ആംഗിൾ ഷോട്ടിന്റെ പ്രത്യേകത എന്താ? ലോ ലെവൽ ആംഗിൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് താഴെയാണല്ലോ ക്യാമറ വെച്ചിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നിൽക്കുന്ന വസ്തു, ഒരു വസ്തു ഇപ്പൊ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു ടേബിള് കുറച്ച് വലുതായിട്ട് നമുക്ക് അനുഭവപ്പെടും. താഴെ നിന്ന് മേലത്തേക്ക് നമ്മൾ നോക്കുകയല്ലേ, കുറച്ച് വലുതായിട്ട് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്, ആ മനുഷ്യന്റെ താഴെ നിന്ന് മേളിലേക്ക് ചിത്രം എടുക്കുന്ന സമയത്ത് ആ മനുഷ്യൻ കുറച്ച് വലുതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇതൊരു നാടകീയത സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ഓർത്തു വെക്കുക, ലോ ലെവൽ ആംഗിൾ ഷോട്ടില് നാടകീയത സൃഷ്ടിക്കുന്ന ഷോട്ടുകൾ എന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. അതായത് താഴെ നിന്ന് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന, നേരിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയിലില്ലാത്തത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് എന്തിലൂടെ കിട്ടുന്നത്? ലോ ലെവൽ ആംഗിൾ ഷോട്ടിലൂടെ ക്യാമറയിലൂടെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ കിട്ടുന്നത്. അപ്പോ ഈ ഷോട്ടിന് എന്തുണ്ട്? ഒരു നാടകീയതയുണ്ട് എന്നും മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്താണ് ലോ ലെവൽ ആംഗിൾ ഷോട്ട്? താഴെ നിന്ന് മുകളിലേക്ക് ദൃശ്യങ്ങളെ പകർത്തുന്നതിനെയാണ് ലോ ലെവൽ ആംഗിൾ ഷോട്ട് എന്ന് പറയുക. അതിന്റെ പ്രത്യേകത എന്താണ്? നിൽക്കുന്ന കഥാപാത്രമോ അല്ലെങ്കിൽ വസ്തുവോ കുറച്ച് വലുതായിട്ട് നമ്മൾ കാണുന്ന വ്യക്തികൾക്ക് തോന്നും. അതുപോലെ തന്നെ ഇതൊരു നാടകീയത സൃഷ്ടിക്കാനും എന്തുപയോഗിക്കുന്നുണ്ട്? ഈ ഒരു ഷോട്ട് ഉപയോഗിക്കാം. ഇത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ ലോ ലെവൽ ആംഗിൾ ഷോട്ടിനെ കുറിച്ചിട്ട്. ഇനി ലോ ലെവൽ ആംഗിൾ ഷോട്ടിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയേ. അപ്പൊ ഇത് കാണുന്ന ഒരു തെങ്ങ് അല്ലെ, നമ്മൾ കൂടുതലും കാണുന്ന ഒരു ലോ ലെവൽ ചിത്രമായിരിക്കും ഇത്. നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് തെങ്ങ് ഇത്തരത്തിലായിരിക്കും ദൃശ്യമായിരിക്കുക. അപ്പൊ നമുക്ക് താഴെ നിന്ന് മേലേക്ക് നോക്കുന്ന സമയത്ത് വലിയൊരു മരമായിട്ട് നമുക്ക് എന്ത് തോന്നും? വലിയ പടർന്ന് ഒരുപാട് പട്ടകളും ഒക്കെയുള്ള ഒന്നായിട്ട് നമുക്ക് എന്ത് തോന്നും? ഈ ഒരു ചിത്രത്തെ തോന്നും. അപ്പൊ ഇത്തരത്തിലുള്ള ലോ ലെവലിൽ നിന്ന് ചിത്രത്തെ പകർത്തുന്നതാണ്. ഇനി നാടകീയത സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇയാളിരിക്കുന്ന ഈ ഒരു ചിത്രത്തെ നോക്കൂ നിങ്ങള്. എന്താ ഇതിന്റെ ഒരു പ്രത്യേകത? ഇതില് ക്യാമറ ലോ ലെവലിലാണ് വെച്ചിരിക്കുന്നത് അല്ലെ, ലോ ആംഗിൾ ആയിട്ടാണ്, അഥവാ ആ റോഡിനോട് ചേർത്തിട്ടാണ് എന്തിനു വെച്ചിട്ടുള്ളത് അല്ലെ. ഇത് ഈ ഒരു റോഡിന്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കാം എന്തുണ്ടാവുക? ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ചിത്രം എടുക്കുന്ന സമയത്ത് ഇതിലുള്ള ഈ വ്യക്തിയും അദ്ദേഹത്തിന് പുറകെ കാണുന്ന ആ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ വലുതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു അല്ലെ. വലിയ കെട്ടിട സമുച്ചയങ്ങൾ പുറകിൽ നിന്നുകൊണ്ട് അതിന്റെ നടുഭാഗത്തായിട്ട് ഒരു വ്യക്തി എടുക്കുമ്പോൾ ആ വ്യക്തിയെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ പുറകിലുള്ള ദൃശ്യവും വളരെ വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതാണ് ലോ ലെവൽ ആംഗിൾ ഷോട്ട്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മമ്മൂട്ടിയുടെ വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിൽ എടുത്തിട്ടുള്ള ഒരു ഷോട്ടാണ്, ഒരു ലോ ലെവൽ ആംഗിൾ ഷോട്ടാണ്. താഴെ നിന്നിട്ടാണ് ഈ ഷോട്ട് എടുത്തിട്ടുള്ളത്. ഈ ഷോട്ടിന്റെ ഒരു പ്രത്യേകത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ് ഇത് എന്ന് പറയാം. ഇതില് മമ്മൂട്ടി എന്നുള്ള ഒരു കഥാപാത്രം ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുറകിലായിട്ട് ഒരു മൃഗത്തിന്റെ കൊമ്പുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ആംഗിൾ ഷോട്ടിലൂടെ ആ കഥയെ തന്നെ നമുക്ക് വായിച്ചെടുക്കാം. ഇതിലൊരു വില്ലൻ കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വില്ലൻ എന്നുള്ള ആ ഒരു കഥാപാത്ര സ്വരൂപത്തെ ഈ ഒരു ഫോട്ടോയിലൂടെ വേണമെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താം.
അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു മൃഗവാസനയെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഷോട്ട് കാണിക്കുന്നത്. ഇത്തരത്തില് ഒരു ഫോട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു ഷോട്ട് ആയിരിക്കാം, അത് മൊത്തത്തിലുള്ള കഥാഗതിയെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരൊറ്റ ഷോട്ട് മതി. ലോ ആംഗിൾ ഷോട്ടിന് ഒരു മികച്ച ഉദാഹരണമാണ് വിധേയൻ എന്ന് പറഞ്ഞ ഈ സിനിമയിലുള്ള ഷോട്ട്. നിങ്ങൾ ചലച്ചിത്ര പഠനം പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് വെറുതെ തിയറികൾ മാത്രം പഠിച്ചു പോവുക എന്നുള്ളതല്ല, വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കാണുന്ന സമയത്ത് അവയിൽ പലതരത്തിലുള്ള വീക്ഷണങ്ങളും നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇനിയിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചിത്രം കാണുന്ന സമയത്ത് ഒന്ന് ഓർത്ത് വെക്കുക, ഈ ക്യാമറ ഇപ്പൊ എവിടെ വെച്ചിട്ടായിരിക്കും ചിത്രം എടുത്തിട്ടുണ്ടാവുക, ലോ ലെവലാണോ ഹൈ ലെവലാണോ എന്നൊക്കെ ഓർത്ത് നോക്കുക. അപ്പൊ ഇതാണ് ലോ ലെവൽ ആംഗിൾ ഷോട്ടിനുള്ള ഉദാഹരണങ്ങൾ. എന്നാലേക്ക് പ്രധാനമായ ഒരു പോയിന്റ്, ലോ ലെവൽ ആംഗിൾ ഷോട്ടുകൾ എപ്പോഴും ഒരു നാടകീയത സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യവും ഓർക്കാം. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഐ ലെവൽ ഷോട്ടാണ്. ഐ അല്ലെ, കണ്ണിന്റെ ലെവലിൽ നിന്നുകൊണ്ട് ഷോട്ട് എടുക്കുന്നതിനെയാണ് ഐ ലെവൽ ഷോട്ട് എന്ന് പറയാം. അതായത് അഭിനയിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ഏകദേശം അതേ ഉയരത്തിൽ തന്നെ എന്ത് സജ്ജമാക്കുക, ക്യാമറയെ സജ്ജമാക്കുക. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നു, ഇതിന്റെ അതേ ഉയരത്തിൽ തന്നെ ഒരു ക്യാമറ വെച്ച് അതിൽ നിന്ന് ദൃശ്യങ്ങളെ പകർത്തുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഐ ലെവൽ ഷോട്ട് എന്ന് പറയുക. ഓർത്തു വയ്ക്കുക, അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ ഏകദേശം ഉയരം ക്യാമറ സജ്ജമാക്കി ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളെയാണ് ഐ ലെവൽ ഷോട്ട് എന്ന് പറയുക. അപ്പൊ എന്താണ്, അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകനും എങ്ങനെയായിരിക്കും, ഏകദേശം അല്ലെ, ഏകദേശം അതേ രീതിയിൽ തന്നെ പ്രേക്ഷകന് ദൃശ്യങ്ങളെ കാണാനായിട്ടും സാധിക്കും. അപ്പോൾ നേരിട്ടുള്ള ഒരു ഇടപഴകലാണ് ദൃശ്യത്തിലൂടെ പ്രേക്ഷകൻ നടത്തുന്നത്. അതുപോലെ തന്നെ അഭിനയിക്കുന്ന കഥാപാത്രം ക്യാമറയോടും ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകൻ ദൃശ്യത്തിനോടും പകർത്തുന്നത് ഒരേ രീതിയിലുള്ള ഒരു ആംഗിൾ ആയിരിക്കും. അതാണ് ഐ ലെവൽ ആംഗിൾ എന്ന് പറയുന്നത്. വളരെ സാധാരണ ജീവിതത്തോട് സാദൃശ്യം തോന്നുന്ന തരത്തിലായിരിക്കും ഇതിന്റെ അവതരണം. അതായത് നമ്മളിപ്പോ നോർമലി രണ്ട് വ്യക്തികൾ നിന്ന് സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നേരിൽ കാണുന്ന ദൃശ്യം എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ചലിക്കുന്ന ആ ചിത്രത്തിൽ കാണുന്ന കഥാപാത്രത്തിന്റെ അഭിനയത്തെ തോന്നും. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് നിന്ന് സംസാരിക്കുന്നില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഈ സംസാരിക്കുന്നത് നിങ്ങളൊരു മൊബൈലിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ഒക്കെ കാണുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങളൊരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതായിട്ട് ഇത്തരത്തിൽ നേരിട്ട് നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടും അല്ലെ. അത്തരത്തിലുള്ള ആ ഒരു അനുഭവപ്പെടല് ഏതിലൂടെ സാധ്യമാക്കും, ഐ ലെവൽ ആംഗിളിൽ ക്യാമറ വെച്ചുകൊണ്ട് ചിത്രീകരിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം ഷോട്ടുകൾക്ക് നാടകീയത കുറവായിരിക്കും. ഒരു ഡ്രമാറ്റിക്കലായിട്ടൊന്നും നമുക്ക് ഇത്തരം ഷോട്ടുകൾ തോന്നില്ല. വളരെ സ്വാഭാവികമായിട്ട് ഒരു പക്ഷെ നമ്മൾ നേരിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ അനുഭവപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ഷോട്ടിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഷോട്ടിന്റെ വേറൊരു പേരാണ് മിഡിൽ ആംഗിൾ ഷോട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ മീഡിയം ഷോട്ട് എന്ന് പറഞ്ഞു അല്ലെ. ഒരു കഥാപാത്രത്തിന്റെ ശിരസ് മുതൽ ഏകദേശം അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങളാണ് മീഡിയം ആംഗിൾ ഷോട്ടിൽ വരിക. അതുപോലെ തന്നെ ഉള്ള ഒരു ക്യാമറയുടെ സജ്ജീകരണത്തെയാണ് ഐ ലെവൽ ഷോട്ട് എന്നും പറയുക. അപ്പോൾ ഈ ഐ ലെവൽ ഷോട്ടിന് മറ്റൊരു പേരാണ് മീഡിയം ആംഗിൾ ഷോട്ട്. മീഡിയം ആംഗിൾ ഷോട്ടിന് നോക്കുക, രണ്ട് ഉദാഹരണങ്ങൾ ചോദിക്കുക. നമ്മൾ അല്ലെ എല്ലായിടത്തും കാണാറുള്ളതാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തെ നമുക്ക് കാണുമ്പോൾ വലിയൊരു അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല. സാധാരണ നമ്മൾ എങ്ങനെയാണോ കാണാറുള്ളത്, ഈ യന്ത്രത്തെ കാണാറുള്ളത്, അതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി അടുത്തത് നോക്കാം. മമ്മൂട്ടി എന്നുള്ള കഥാപാത്രം ഇരിക്കുകയാണ്. ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബ്രഹ്മയുഗത്തിൽ നിന്നുള്ള ഒരു ഷോട്ടാണ് അല്ലെ. ഇതൊരു മീഡിയം ആംഗിൾ ഷോട്ട് അഥവാ ഐ ലെവൽ ഷോട്ടാണ്. ഇത് ഈ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് എന്താ, കഥാപാത്രം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ കഥാപാത്രത്തിലേക്ക് നമുക്ക് സൂക്ഷിച്ചു നോക്കി ആ കഥാപാത്രം നമ്മളെ തിരിച്ചു നോക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇത്തരത്തിലുള്ള ഷോട്ടുകളെയാണ് എന്ത് പറയുക, ഐ ലെവൽ ഷോട്ടുകൾ എന്ന് പറയുക. ഓർത്ത് വയ്ക്കുക, ഐ ലെവൽ. പേര് തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, നേരെ അല്ലെ, കണ്ണിന്റെ നേരെ വെച്ചുകൊണ്ട്, അങ്ങനെയെങ്കിലും നിങ്ങൾ ഓർക്കുക, കണ്ണിന്റെ നേരെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനെയാണ് ഐ ലെവൽ ഷോട്ട് എന്ന് പറയുക.
ഓക്കെ, മനസ്സിലായില്ലോ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഹൈ ആംഗിൾ ഷോട്ട് ആണ്. നമ്മൾ മുന്നേ ലോ ആംഗിൾ ഷോട്ട് പറഞ്ഞു അല്ലെ. ഈ ലോ ആംഗിൾ ഷോട്ടിന് നേരെ വിപരീതമായിട്ടുള്ള ഷോട്ടാണ് അഥവാ ക്യാമറ ആംഗിൾ ആണ് ഹൈ ലെവൽ ആംഗിൾ ഷോട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹൈ ലെവൽ അല്ലെ, കുറച്ച് മുകളിൽ വെച്ചുകൊണ്ടായിരിക്കും എന്ത് ചിത്രീകരിക്കുക, ക്യാമറ കുറച്ച് കഥാപാത്രത്തിന്റെയോ അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക വസ്തുവിന്റെയോ മുകളിലായിരിക്കും ഈ ക്യാമറ സജ്ജീകരിക്കുക. ആ സജ്ജീകരിച്ച ക്യാമറയിലൂടെയായിരിക്കും ദൃശ്യങ്ങൾ പകർത്തുക. അപ്പൊ ആലോചിക്കുക, ക്യാമറ വസ്തുവിന് മുകളിൽ അല്ലെങ്കിൽ താഴത്തേക്ക് ദൂരെ കുറച്ച് അകലം പാലിച്ചു കൊണ്ടുവച്ച് ക്യാമറയെ സ്ഥാപിച്ച് ആ ക്യാമറ താഴ്ത്തിയിലെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കും. ഇത്രയും മുകളിലുള്ള ഒരു ക്യാമറ ഇരിക്കുന്നെങ്കിൽ ആ ക്യാമറ അവിടെ നിന്ന് താഴ്ത്തി വെച്ചിട്ട് അതിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന രീതിയാണ് എന്ത് പറയുക, ഹൈ ആംഗിൾ ഷോട്ട്. തലക്കെട്ടോർക്ക ഹൈ അല്ലെ, ഹൈ ലെവൽ ആംഗിൾ ഷോട്ട് മുകളിൽ വെച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നു. അപ്പോ ഇതിലെന്തായിരിക്കും, ഇതിലിപ്പോ കാഴ്ച നമ്മൾ പ്രേക്ഷകൻ കാണുന്ന സമയത്ത് നമ്മളും മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്നത് പോലെയുള്ള ഒരു നാടകീയമായിട്ടുള്ളത്. ലോ ലെവൽ ആംഗിൾ ഷോട്ടിൽ എങ്ങനെയാണ് ഒരു നാടകീയത വരുന്നത്, അതുപോലെ തന്നെ ഒരു നാടകീയത ഏതിനും സൃഷ്ടിക്കപ്പെടും, ഹൈ ആംഗിൾ ഷോട്ടിലും ചിത്രീകരിക്കപ്പെടും. ഇത്തരത്തിലുള്ള ഹൈ ആംഗിൾ ഷോട്ടുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് സിനിമയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മനുഷ്യരുടെയൊക്കെ അല്ലെങ്കിൽ ജീവിതാവസ്ഥകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിലെ ആ നേരത്തെ അവസ്ഥകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കൂടുതലും ഹൈ ആംഗിൾ ഷോട്ടുകൾ സിനിമയിൽ ഉപയോഗിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. ഉദാഹരണം നോക്കി നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കും. ഹൈ ആംഗിൾ ഷോട്ടിന് ഉദാഹരണമാണ് ഇപ്പൊ ഇതില് ഈ ഒരു ചിത്രം. ഈ ചിത്രം എന്താ, വളരെ ദൂരത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ വെളിച്ചമുണ്ട്, അതിൽ ഒരു മനുഷ്യൻ വളരെ ഒരു ശൂന്യതയോടുകൂടി നടന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, അയാളുടെ ഒരു പക്ഷത്തെ അവസ്ഥയായിരിക്കാം ചിത്രീകരിക്കുന്നത്. അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ട് അല്ലെ, നിങ്ങൾ ചിത്രം കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ട്, അപ്പൊ അയാൾ ജോലി കഴിഞ്ഞു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് വല്ല വിഷമങ്ങളുണ്ടോ. ഇത്തരത്തിലുള്ള ഈ ഒരു ചിത്രം പലതരത്തിലുള്ള സാന്ദർഭികമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉയർത്തുന്നുണ്ട്. നിങ്ങൾ കുറച്ച് വിഷ്വലൈസ് ചെയ്യാട്ടോ, ഒരേ പെരിഫറലായിട്ട് മാത്രം ഇതിനെ നോക്കാന്നല്ല. സാഹിത്യ പഠനം, ചലച്ചിത്ര പഠനം എന്നൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി സർഗാത്മകമാണ് അല്ലെ, ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് അയാളുടെ വികാരത്തെ ആ ഒരു ഷോട്ട് പകർത്തിയിട്ടുണ്ട്. അതിനെ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചിട്ടുള്ള ആംഗിൾ ഷോട്ട് ഏതാണ്, ഹൈ ലെവൽ ആംഗിൾ ഷോട്ടാണ്. ഇനി അടുത്തൊരു ചിത്രം നോക്കാം. അതിൽ നമുക്ക് ഈ വ്യക്തി നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴയിൽ ഏകദേശം ചുറ്റുഭാഗങ്ങളെല്ലാം വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്നു. ആ ഒരു സമയത്ത് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് കരയുന്ന ഒരു ചിത്രമാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ വായിച്ചെടുക്കാം. ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു, രാത്രിയാണെന്ന് കാണാം. അതുപോലെ തന്നെ അയാളുടെ വികാരങ്ങളെ മൊത്തം ആ ഒരു മഴയ്ക്ക് മുന്നിൽ അദ്ദേഹം വിതുമ്പി കരയുന്ന അല്ലെ, പൊട്ടി അലറി കരയുന്ന ഒരു ചിത്രം പോലെ നമുക്കിത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആ മനുഷ്യന്റെ ആ സന്ദർഭത്തിലെ ഒരു വൈകാരിക അനുഭവത്തെ മൊത്തമായി ചിത്രീകരിക്കാൻ ഏത് ഷോട്ടിലൂടെ സാധിച്ചു, ഹൈ ആംഗിൾ ഷോട്ടിലൂടെ സാധിച്ചു. ഇതിപ്പോ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് മുകളിലേക്ക് കൈ ഉയർത്തി അതിഭീകരമായി കരയുന്ന ആ ഒരു ചിത്രത്തെ ഒരുപക്ഷെ മീഡിയം ഷോട്ടിലൂടെയോ അല്ലെങ്കിൽ ലോ ആംഗിൾ ഷോട്ടിലൂടെയോ പകർത്തി അതിന്റെ പൂർണ്ണത കൈവരണമെന്നില്ല. അപ്പൊ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ഓരോ ഷോട്ടുകളിലും ക്യാമറകൾ ക്രമീകരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇതില് ഒരു ചെറിയ പട്ടിയുണ്ട് അല്ലെ, പട്ടിയോ നായോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ അതിന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ ഭക്ഷണം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അല്ലെ, അത് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന. അപ്പൊ അല്ലെങ്കിൽ ആ ഒരു മൃഗത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ, അടുത്ത നിമിഷം തനിക്ക് ഭക്ഷിക്കാനായിട്ട് ആ ഒരു ഭക്ഷണ പദാർത്ഥം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന ഒരു മൃഗത്തെ നമ്മൾ കാണുന്നു. അത്ര മനോഹരമായിട്ടാണ് അല്ലെ ആ ഒരു ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു കയ്യിൽ നിന്ന് ആ ഒരു ഭക്ഷണ പദാർത്ഥം കിട്ടാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ എങ്ങനെ മനോഹരമാകുന്നു, നമ്മൾ അതിനെ എങ്ങനെ ആസ്വദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മനോഹരമാകുന്നത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ഫ്രെയിമുകളെല്ലാം ചേർത്ത് വെച്ച് പലതരം ഷോട്ടുകൾ
ചേർത്ത് പലതരം ഷോട്ടുകളിൽ പലതരം ആംഗിളുകൾ പരീക്ഷിച്ചുകൊണ്ടൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു ചലച്ചിത്രം വരുന്നത്. ഒരു എത്ര നീണ്ട ഒരു പ്രവൃത്തിയാണ് അതെന്ന് ഓർക്കുക. ഓരോ മുഹൂർത്തത്തിന്റെയും മുഴുവൻ ഭാവതലത്തെ എങ്ങനെയെല്ലാം സ്വാംശീകരിച്ചെടുക്കാം എന്നുള്ളത് ക്യാമറാമാന്റെ ഒരു കഴിവായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സന്ദർഭത്തിന്റെ വൈകാരികതയെ മുഴുവൻ ചിത്രീകരിക്കുന്ന ഒരു ഷോട്ടായിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാം? ഹൈ ആംഗിൾ ഷോട്ടിനെ കണക്കാക്കാം. അപ്പൊ നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏരിയൽ ഷോട്ടുകളാണ്. ഏരിയൽ ഷോട്ടിന് തന്നെ വേറെ വ്യത്യസ്ത പേരുകളുണ്ട്. ബേർഡ്സ് ഐ വ്യൂ ഷോട്ട്, അതുപോലെ തന്നെ ഓവർ ഹെഡ് ഷോട്ട്. ബേർഡ്സ് ഐ വ്യൂ അല്ലെ, ഒരു പക്ഷി കാണുന്നത് പോലെ, അങ്ങനെ ഓർത്താൽ മതി, എളുപ്പമില്ലേ അല്ലെ? എന്താണ്, ഒരു പക്ഷി മുകളിൽ നിന്ന് താഴത്തേക്ക് ചിത്രങ്ങൾ കാണാണ്, അതിനെയാണ് എന്ത് പറയുക? സിമ്പിൾ ഏരിയൽ ഷോട്ട്. ഇത്രയും ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റുകളൊക്കെയാണ്. എന്താണ് ഏരിയൽ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആ പക്ഷി മുകളിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്നു. അത്തരത്തിലുള്ള അപ്പൊ നോക്കുന്ന സമയത്ത് എന്തെല്ലാം ദൃശ്യങ്ങളാണോ ആ പക്ഷിയുടെ കണ്ണുകളിൽ പതിയുക, അതുപോലെയുള്ള ദൃശ്യങ്ങളെ പകർത്തുന്നതിനെയാണ് എന്തെന്ന് പറയുക? ഏരിയൽ ഷോട്ടുകൾ എന്ന് പറയുക. അപ്പൊ എന്താണ് ഓർത്ത് വയ്ക്കുക, ഹൈ ആംഗിൾ ഷോട്ടുകളുടെ ഒക്കെ തന്നെ നമ്മൾ ഹൈ ആംഗിൾ ഷോട്ട് നേരത്തെ പഠിച്ചില്ല, അതിന്റെ ഒരു വ്യത്യസ്ത രൂപം അല്ലെ. ഹൈ ആംഗിൾ ഷോട്ട് കുറച്ച് മുകളിൽ വെച്ചിട്ടാണ് പകർത്തുക, അതിന് മുകളിൽ വെച്ചുകൊണ്ടായിരിക്കും എന്ത് പകർത്തുക? ഏരിയൽ ഷോട്ടുകൾ അഥവാ ഓവർ ഹെഡ് ഷോട്ട്. ഓവർ ഹെഡ്, തലയ്ക്ക് മുകളിൽ നിന്ന് ചിത്രീകരിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഹൈ ആംഗിൾ ഷോട്ടുകൾ ഏറ്റവും മുകളിൽ നിന്ന് പറത്തുന്നതായിരിക്കും. കഥാപാത്രങ്ങളുടെ അവസ്ഥയെ തലയ്ക്ക് മുകളിൽ നിന്ന് പകർത്തിയെടുക്കുന്നു. പക്ഷികൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുക, അതിനെയാണ് ബേർഡ്സ് ഐ വ്യൂ ഷോട്ട് എന്ന് പറയുക. അപ്പൊ എന്താണ്, ഒരു പക്ഷി മുകളിലൂടെ പകർന്നു പോകുമ്പോൾ എന്തൊക്കെ ദൃശ്യങ്ങളാണോ താഴെ കാണുക, അത്തരത്തിലുള്ള ഷോട്ടുകളെയാണ് എന്നുവെച്ചൊരു പക്ഷി മാത്രം പറന്നു പോകുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾ കാണരുത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതിൽ ഏറ്റവും എളുപ്പം പറഞ്ഞു ഡ്രോൺ അല്ലെ. ഡ്രോൺ എല്ലാവർക്കും അറിയാം, അഥവാ ഹെലിക്യാം വെച്ച് മുകളിൽ നിന്ന് താഴത്തേക്ക് ദൃശ്യങ്ങൾ വരുത്തുമ്പോൾ താഴത്തെ ആ ദൃശ്യത്തിന്റെ ഭംഗി മൊത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മള് പ്രളയമൊക്കെ വന്നിരുന്ന സമയത്ത് ഓർക്കുക, അത്തരത്തിലുള്ള ഡ്രോണിലൊക്കെ ചിത്രീകരിച്ച ദൃശ്യങ്ങളിലൂടെയാണ് എത്രത്തോളം ഭീകരതയാണ് നമ്മുടെ കേരളം അനുഭവിക്കുന്നത് എന്ന് കാണാം. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മൊത്തം മലവെള്ളപ്പാച്ചിലും പുഴയും ഒക്കെ നമുക്ക് കാണാമെങ്കിലും മൊത്തത്തിലുള്ളൊരു ദൃശ്യത്തെ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ആ ഒരു സന്ദർഭത്തിന്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇതിൽ ഉദാഹരണം നോക്കുക അല്ലെ, പ്രളയ സമയത്ത് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പൊ ആ ചിത്രത്തിൽ ചുറ്റും എന്തായിരിക്കുന്നു? ഇവിടെയുള്ള വീടുകളും എല്ലാം വെള്ളത്തില് മുങ്ങി പോകുന്ന ഒരു ദൃശ്യം. ഏരിയൽ ഷോട്ടാണ്, അഥവാ ഹൈ ആംഗിൾ ബേർഡ്സ് ഐ വ്യൂ ഷോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഷോട്ടിൽ എടുക്കുമ്പോഴാണ് ആ ഒരു പ്രദേശത്തിന്റെ മൊത്തം ഭീകരത, അല്ലെങ്കിൽ വെള്ളം ആ നാടിനെ മൊത്തം വന്ന് വിഴുങ്ങിയതിന്റെ ഒരു ഭീകരതയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇത്തരത്തിൽ ഏറ്റവും ഉയരത്തിൽ നിന്ന് എടുക്കുന്ന ഷോട്ടുകളെയാണ് ഏരിയൽ ഷോട്ടുകൾ എന്ന് പറയുക. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏരിയൽ ഷോട്ടിന്റെ മറ്റൊരു പേര് ഓർത്ത് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായി, ബേർഡ്സ് ഐ വ്യൂ ഷോട്ട്. ബേർഡ്സ് തന്റെ കണ്ണിലൂടെ കാണുന്ന വ്യൂ, എന്താണോ കാണുന്നത് അതിനെ ഷോട്ടിന്റെ രൂപത്തിൽ പകർത്തുന്നതിനെയാണ് എന്ത് പറയുക? ഏരിയൽ ഷോട്ട് അഥവാ ഓവർ ഹെഡ്. ഓവർ ഹെഡ് പറഞ്ഞാലും നിങ്ങൾ ഓർത്താൽ മതി, തലയ്ക്ക് മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ഏരിയൽ ഷോട്ടുകൾ. ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ പലതരത്തിലുള്ള ഷോട്ടുകളൊക്കെ കടന്നു പോകും അല്ലെ. ചിലപ്പോൾ പല റീൽസിലൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ പകർന്നു പോകും. ഇപ്പൊ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ നാടിന്റെയൊക്കെ ചിത്രം, ഹെലിക്യാമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഭംഗിയുള്ള നാടാണ് അല്ലെ. കോഴിക്കോട് കടലിന്റെ, കോഴിക്കോട് ബീച്ചിന്റെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യമൊക്കെ ഹെലിക്യാമിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ മൊത്തം ഭംഗിയൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഷോട്ടുകളെ എന്ത് പറയും? ഏരിയൽ ഷോട്ടുകൾ എന്ന് പറയും. മനസ്സിലായോ? അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഒബ്ലിക് ഷോട്ട് അഥവാ ഡച്ച് ആംഗിൾ ഷോട്ട്. രണ്ടുപേരുണ്ട്, ഓർത്ത് വയ്ക്കുക. ഒബ്ലിക് ഷോട്ട് അഥവാ ഡച്ച് ആംഗിൾ ഷോട്ട്. എന്താണ് ഈ ഷോട്ടിന്റെ പ്രത്യേകത? അത് വളരെ ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഷോട്ടായിട്ട് നമുക്ക് കാണുന്നവർക്ക് അനുഭവപ്പെടുന്ന, അതായത് പ്രേക്ഷകന്റെ അനുഭവപ്പെടുന്ന രീതിക്കനുസരിച്ച് ചിത്രീകരിക്കുന്നതാണ് എന്ത്? ഒബ്ലിക് ഷോട്ട് എന്ന് പറയുന്നത്. നോക്കാം, കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും വശങ്ങളിലേക്ക്, അതായത് ഒരു കഥാപാത്രം, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ചെരിഞ്ഞ് വീഴാൻ പോകുന്നു, പക്ഷെ ശരിക്കും ഞാൻ വീഴാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ചിത്രീകരിക്കുകയാണ്, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ഒബ്ലിക് ഷോട്ട് അഥവാ ഡച്ച് ആംഗിൾ ഷോട്ട് എന്ന് പറയും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോട്ട് അല്ലെ. ശരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ എന്ത് തോന്നും? അയ്യോ, ഇതിപ്പോ വീഴല്ലോ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കും. അത്തരത്തിലൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന തരം ഷോട്ടുകളെയാണ് ഒബ്ലിക് ഷോട്ട് അഥവാ ഡച്ച് ആംഗിൾ ഷോട്ട് എന്ന് പറയുക. ഇതിപ്പോ സിനിമയിലൊക്കെ ചിത്രീകരിക്കുന്ന സമയത്താണെങ്കിൽ എന്താ, കഥാപാത്രത്തിന്റെ ജീവിതത്തിന്റെയോ മനസ്സിന്റെയോ നിരപ്പില്ലായ്മയോ വ്യക്തമാക്കുവാനൊക്കെ അങ്ങനെ ഒരു മാനസിക വൈകാരിക തലം കൂടി ഈ ഒരു ഷോട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഓർത്ത് വെക്കുക കേട്ടോ. ഒരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് പ്രധാനമായിട്ട് ഈ ഒരു ഷോട്ട് കാണിക്കുന്നത്. ഉദാഹരണം കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കുക, ഈ ഒരു ചിത്രം നോക്കിയേ. ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്താ? ഈ ചിത്രം കാണുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കഥാപാത്രം വീഴാനായിട്ട് പോകുന്നു എന്ന് അനുഭവപ്പെടും, പക്ഷെ വീഴാനായിട്ട് പോകുന്നുണ്ടോ? ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. വളരെ സാധാരണമായ ഒരു ചിത്രത്തെ ക്യാമറ ആംഗിൾ ചിട്ടപ്പെടുത്തിയതിലൂടെ നമുക്ക് എന്ത് അനുഭവപ്പെടുകയാണ്? അയാളിപ്പോ വീഴും എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ ജനിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ക്യാമറ ആംഗിൾ വെച്ചുകൊണ്ട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെ ചിത്രീകരിക്കുന്ന രീതിയെയാണ് എന്തെന്ന് പറയുക? ഒബ്ലിക് ഷോട്ട് അഥവാ ഡച്ച് ആംഗിൾ ഷോട്ട് എന്ന് പറയുക. നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം അല്ലെ. ഓക്കെ, ഇതൊരു കെട്ടിടത്തിന്റെ ചിത്രമാണ്. അപ്പൊ ഈ ചിത്രം കാണുന്ന സമയത്ത് എന്താ, വളരെ ചെരിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വസ്തു, കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കുന്നില്ല, ഒരു പ്രത്യേക വസ്തു നമുക്ക് വളരെ ചെരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പോ അങ്ങനെ തോന്നിപ്പിക്കുന്നതിന്റെ കാരണം എന്താ? ഇതിൽ നോക്കിയേ, ഇത്രയും ഭാഗം മതിലാണ് അല്ലെ. അപ്പൊ ഈ മതിലുകള് എന്താ, ചെരിഞ്ഞ് ഇരിക്കുന്നു. അതിനെ പ്രത്യേക രീതിയിൽ ചെരിച്ചു വെച്ചിട്ടാണ് ഈ ബിൽഡിങ് മൊത്തത്തിൽ എടുക്കുന്നത്. മുകളിൽ ആകാശമൊക്കെ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ബിൽഡിങ്ങിന്റെ ഒരു ആകൃതിയും ആ ചിത്രത്തെ എന്താക്കി മാറ്റുന്നു? ചെരിഞ്ഞു വീഴാനായി പോകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മൾ കാണുന്ന പ്രേക്ഷകനിൽ ഉളവാക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ആംഗിളുകൾ വെച്ചുകൊണ്ട് ചിത്രങ്ങൾ പകർത്തുന്നതിനെയാണ് ഒബ്ലിക് ഷോട്ട് അഥവാ ഡച്ച് ആംഗിൾ ഷോട്ട് എന്ന് പറയുക. പുറത്ത് വയ്ക്കാട്ടോ. ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് കാണുന്ന ഉദാഹരണങ്ങളൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി ഇങ്ങനത്തെ ചിത്രം കാണുമ്പോൾ ആലോചിക്കുക, ചെരിഞ്ഞു വീഴുന്ന തരത്തിലുള്ള ഷോട്ടിന് എന്താ വരുന്ന പറയാ? ഡച്ച് ആംഗിൾ ഷോട്ട്. അപ്പൊ അങ്ങനെ ചിത്രം കാണുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക കേട്ടോ. അടുത്തത് പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അറിയാവുന്ന ഒരു ഷോട്ടായിരിക്കും. സിനിമയിലെ കഥാപാത്രത്തിന്റെ തന്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നതിനെയാണ് പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഇപ്പൊ ഞാനാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഞാൻ എന്തെല്ലാം ദൃശ്യങ്ങൾ ചുറ്റും കാണുന്നു അല്ലെ. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ക്യാമറ കാണാം, ലൈറ്റുകൾ ഉണ്ടായിരിക്കാം, വേറെ പല സംഭവങ്ങളും എൻ്റെ മുന്നിലുണ്ടായിരിക്കും. അപ്പൊ എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്ന കാഴ്ചയുണ്ടല്ലോ. അപ്പൊ ആ കാഴ്ചയെ അതുപോലെ തന്നെ പകർത്തുന്നതിനെയാണ് എന്ത്? പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ. എന്താണ്? അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചയെ അതുപോലെ തന്നെ പകർത്തുക. ഒരു മനുഷ്യൻ എന്തൊക്കെ കാഴ്ചയാണോ നേരിൽ കാണുന്നത്, ആ കാഴ്ചയെ അതുപോലെ ആ സ്ഥാനത്ത്, കണ്ണിന്റെ സ്ഥാനത്ത് ക്യാമറ വെച്ചിട്ട് ചിത്രീകരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത്തരത്തിലുള്ള ഷോട്ടുകളെയാണ് എന്ത് പറയുക? പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. ഓർത്ത് വെച്ചാൽ അപ്പൊ നമ്മുടെ കണ്ണിരിക്കുന്ന സ്ഥാനം അവിടെ രണ്ട് ക്യാമറ വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ചുറ്റും കാണുന്ന, ഇപ്പൊ എന്റെ ചുറ്റും കാണുന്ന കാഴ്ചകൾ, അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ ക്യാമറ, ഫോണ് അല്ലെങ്കിൽ ഡെസ്ക് ഉണ്ടായിരിക്കാം, ടേബിൾ ഉണ്ടായിരിക്കാം, ലൈറ്റുകൾ കത്തുന്നുണ്ടായിരിക്കും, ചുമരുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെ നിങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ തന്നെ
ചിത്രീകരിക്കുന്നതിനെയാണ് എന്ത് പറയുക? പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, അത്തരത്തിലുള്ള ഷോട്ടാണ് പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട് എന്ന് പറയുക. അപ്പോ ഇത് കാണുന്ന സമയത്ത്, ഇത്തരത്തിൽ ചിത്രീകരിച്ച ചിത്രം കാണുന്ന സമയത്ത് പ്രേക്ഷകൻ അല്ലെങ്കിൽ കാണുന്ന വ്യക്തിയും താൻ മുന്നിൽ കാണുന്ന പോലെ അനുഭവപ്പെടും എന്നുള്ളത് ഈ ഒരു ഷോട്ടിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ക്യാമറ എന്തായി മാറുന്നു അല്ലെ? കണ്ണുകൾ ക്യാമറയായി മാറുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നോക്കാം, ഉദാഹരണം നോക്കിയാൽ മനസ്സിലാക്കും. ഇപ്പൊ ഇതിലൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. പെൺകുട്ടി ദൂരത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നു. അപ്പൊ ഈ ഷോട്ട് കാണുന്ന സമയത്ത് നമ്മളാണ് അങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉളവാക്കാൻ ഇത്തരത്തിലുള്ള ഷോട്ടുകൾക്ക് സാധിക്കും. ഈ ഒരു ഉദാഹരണം നോക്കിയേ, ഒരു സൈക്കിൾ ഓടിച്ചു പോവാണ് അല്ലെ? വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് സൈക്കിൾ ഓടിച്ചു പോകുന്നത്. ചുറ്റും മരങ്ങൾ കാണുന്നുണ്ട്, ചുറ്റുമുള്ള ദൃശ്യങ്ങൾ, പച്ചപ്പ് പിടിച്ച കുറെ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ ചിത്രം കാണുന്ന സമയത്ത് നമ്മളാണ് സൈക്കിൾ ഓടിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള ഷോട്ടുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിനെയാണ് അല്ലെങ്കിൽ ആ ഷോട്ടിനെയാണ് എന്ത് പറയുക? പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി കേട്ടോ. പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട് എന്താ? നമ്മൾ നേരിൽ കാണുന്ന പോലെ തന്നെ ചിത്രത്തെ പകർത്തുക. ആ പകർത്തിയ ചിത്രം വീണ്ടും നമുക്ക് കാണുന്ന സമയത്ത് നമ്മളാണ് അതിലുള്ളത്, അല്ലെങ്കിൽ നമ്മളാണ് അത്തരത്തിൽ സഞ്ചരിക്കുന്നത്. ഇപ്പൊ ഈ സൈക്കിൾ ആണെങ്കിൽ അതിൽ നമ്മളാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ചിത്രീകരണ രീതിയെ അല്ലെങ്കിൽ ക്യാമറ ക്രമീകരിക്കുന്ന ആംഗിളിനെയാണ് പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട് എന്ന് പറയുക. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സീനാണ്. സീൻ, സീക്വൻസ്, ഈ രണ്ട് സാങ്കേതിക പദങ്ങളും നിങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചലച്ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരുമിച്ച് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ ആണ് സീൻ അഥവാ സീക്വൻസ്. അല്ല, സീനും സീക്വൻസും രണ്ടും വ്യത്യസ്തമാണ്. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോകാതെ നോക്കണം. എന്താണ് സീൻ എന്നും എന്താണ് സീക്വൻസ് എന്നും വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് പഠിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് സീൻ എന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ എന്താണ് ഒരു സീൻ. നമ്മൾ ആദ്യം എന്താണ് ഷോട്ട് എന്ന് പഠിച്ചു. എന്താ ഷോട്ട്? ഒരു നിർമ്മാണ പ്രക്രിയയിനിടയ്ക്ക് ക്യാമറ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത് വരെ എന്തെല്ലാം ദൃശ്യങ്ങളാണോ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് അവയെ ചേർത്ത് പറയുന്ന പേരാണ് ഒരു ഷോട്ട് എന്ന്. അപ്പൊ നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുക, കുറെ ഷോട്ട് ഉണ്ടാവും അല്ലെ? കുറെ ഷോട്ടുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? ഒരു സിനിമ ഉണ്ടാക്കുക. അപ്പൊ ഒരു ഷോട്ട് എടുത്തു, രണ്ടാമത്തെ ഷോട്ട് എടുത്തു, മൂന്നാമത്തെ ഷോട്ട് എടുത്തു. ഇത്തരത്തിൽ ഷോട്ടുകളുടെ ഒരു പരമ്പരയാണ് എന്ത് പറയുക? ഒരു സീൻ എന്ന് പറയുക. എന്താണ്? നിരവധി ഷോട്ടുകളുടെ ഒരു പരമ്പരയാണ് സീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരക്കഥയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന സംഭവങ്ങളെയാണ് സീൻ എന്ന് പറയുന്നത്. ഇപ്പൊ തിരക്കഥ എഴുതുന്ന സമയത്ത് സീനുകളാക്കിയിട്ടായിരിക്കും അല്ലെ തിരിക്കുക. സീൻ 1, സീൻ 2, സീൻ 3 എന്ന് പറയുന്നത്. അപ്പോ ഒരു പ്രത്യേക കഥ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെ ചിത്രീകരിക്കുന്ന സമയത്ത് ആ ചിത്രീകരണ വേളയെ പല ഷോട്ടുകളായി തിരിച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഷോട്ടുകളെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്വൻസ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു പെൺകുട്ടി നടന്നു പോകുന്ന ചിത്രം അല്ലെ? വരിക്കാശ്ശേരി മന ഷൂട്ട് ചെയ്യുന്നു. വരിക്കാശ്ശേരി മനയിലെ ചിത്രം കാണിക്കുന്നു. അവിടെ ആനയുണ്ടെന്ന് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോ വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞ ആ ഒരു കൊട്ടാരത്തെ ചിത്രീകരിച്ചു, അവിടുത്തെ പ്രകൃതി ഭംഗിയെ ചിത്രീകരിച്ചു, അവിടെ ചുറ്റും കാണുന്ന കാഴ്ചകൾ ചിത്രീകരിച്ചു. അതുപോലെ തന്നെ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടെങ്കിൽ ആനയെയും ചിത്രീകരിച്ചു. അപ്പൊ 4 ചിത്രീകരണങ്ങളായി അല്ലെ? ഈ 4 ചിത്രീകരണങ്ങളും 4 ഷോട്ടുകളാണ്. ഈ 4 ഷോട്ടുകൾ ചേർത്ത് വെച്ച് നമുക്ക് എന്ത് പറയാം? ഒരു സീൻ എന്ന് പറയാം. അപ്പൊ ഇത്തരത്തില് ഷോട്ടുകളുടെ ഒരു പരമ്പര അല്ലെങ്കിൽ ഷോട്ടുകളെ ചേർത്ത് വെച്ചിരിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഒരു സീൻ എന്ന് പറയുക. ഓർത്ത് വയ്ക്കുക കേട്ടോ. തിരക്കഥയിലും പ്രധാനപ്പെട്ടതാണ് സീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചലച്ചിത്രത്തിലെ ഓരോ മേഖലയിലും പ്രധാനപ്പെട്ടതാണ് സീൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കാം. ഒന്ന് അതിലധികമോ ഉള്ള ദൃശ്യങ്ങളുടെ പൂർണ്ണമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു സീൻ പൂർത്തിയാകുന്നു. അപ്പോൾ ഒരു സീനിൽ എന്തുണ്ടാകുക? ഒരു ആശയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആശയങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക. അപ്പോ സീൻ എന്താണെന്ന് ഓർത്തിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് ഷോട്ടുകളുടെ ഒരു പരമ്പരയാണ് സീൻ എന്ന് പറയുന്നത് അല്ലെ? വേണമെങ്കിൽ ഉദാഹരണമായിട്ട് ഇപ്പൊ
ഇതേ സിനിമ ആവേശം അല്ലെ. ആവേശം സിനിമയിൽ ഫഹദ് ഫാസിലിന് വളരെ ദേഷ്യം വന്നിട്ട് അടിക്കാനൊക്കെ പോകുന്ന ഒരു രംഗമാണ്. എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു ചിത്രീകരണ സമയത്ത് ഇപ്പൊ ഇതൊരു സീനാണ്, അല്ലെങ്കിൽ ഇതൊരു ഷോർട്ടായിട്ട് എടുത്തിരിക്കുകയാണ്. ഈ ഷോർട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന ഒരു ഫൈറ്റിന് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്കൊരു സീനായിട്ട് പരിഗണിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് സീൻ എന്ന് മനസ്സിലായല്ലോ. നിരവധി ഷോട്ടുകളുടെ ഒരു പരമ്പരയെ സീൻ എന്ന് പറയുന്നു. സീനിനോടൊപ്പം ചേർത്ത് തന്നെ പഠിക്കേണ്ടതാണ് സീക്വൻസ് എന്നുള്ളത്. സീക്വൻസ് എന്ന് പറയുമ്പോൾ ഡ്രസ്സിൽ പിടിപ്പിക്കുന്ന സീക്വൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് വേറെ ചലച്ചിത്രത്തിലെ സീക്വൻസ്. സിമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഷോട്ടുകളുടെ പരമ്പരയാണ് സീന്. അപ്പൊ സീനുകളുടെ പരമ്പരയാണ് എന്ത്? സീക്വൻസ്. സിമ്പിൾ ആയിട്ട് പഠിക്കാം. സീനുകളുടെ പരമ്പരയെ എന്ത് പറയുന്നു? സീക്വൻസ്. ഇപ്പൊ സീൻ ഉണ്ട് അല്ലെ, ഫസ്റ്റ് സീൻ എടുത്തു. നേരത്തെ വടക്കേശ്ശേരി മനയിലെ പല ഷോട്ടുകളായിരുന്നു, വീടും മറ്റടുത്ത പ്രകൃതിയൊക്കെ ഷോട്ടായിരുന്നു. അങ്ങനെ ആ 4 ഷോട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? സീൻ എന്ന് പറഞ്ഞു. അതാണ് ഒരു സീൻ. ഇനി അപ്പൊ വരിക്കാശ്ശേരി മനയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു സീൻ. വരിക്കാശ്ശേരി മനയുടെ തൊട്ടപ്പുറത്ത് ഒരു പാടമുണ്ട്. ആ പാടത്തിൽ വെച്ചിട്ട് കുറച്ച് ഷോട്ടുകൾ ചിത്രീകരിക്കുകയാണ്. അവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിന്റെ പല പല ചിത്രങ്ങൾ നടക്കുന്നു. അപ്പൊ അതൊരു സീന്. അപ്പൊ ഇങ്ങനെ ഇതൊരു സീന്, ആദ്യത്തെ ഒരു സീന്, രണ്ടാമത്തെ ഒരു സീന്. അപ്പൊ ആദ്യത്തെ വരിക്കാശ്ശേരി മനയുടെ ചിത്രങ്ങളായിരുന്നു ആദ്യത്തെ സീന് എങ്കിൽ രണ്ടാമത്തെ സീന് ആ പാടത്ത് നടക്കുന്ന ഉത്സവമാണ്. അപ്പൊ 2 സീനുകൾ പിന്നെ അടുത്ത സീനുകളൊക്കെ ചേർത്ത് വെച്ചു. അങ്ങനെ നിരവധി സീനുകളൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പറയും? സീക്വൻസ് എന്ന് പറയും. സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഷോർട്ടിന്റെ പരമ്പര സീൻ, സീനിന്റെ പരമ്പര സീക്വൻസ്. ഓക്കെ, അപ്പോ ഒരു ചലച്ചിത്രത്തെ എടുക്കുന്ന സമയത്ത് ഒരു ചലച്ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത് പല പല സീക്വൻസുകളായിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ കഥയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് സീക്വൻസുകൾ വർത്തിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് പറയുക, ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഒരു കഥാപാത്രത്തിന്റെ ഇപ്പൊ നടക്കുന്ന സന്ദർഭം ചിത്രീകരിക്കുന്നത്. ഇപ്പൊ ആ കഥാപാത്രം ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ആ കഥാപാത്രം സ്കൂളിൽ പഠിക്കുന്ന ഒരു സന്ദർഭമാണ് ചിത്രീകരിക്കേണ്ടതെന്ന് വിചാരിക്കുക. സ്കൂളിൽ പഠിക്കുന്നത് ഒരു സീനായിട്ട് നമ്മൾ എടുത്തു, അതിൻ്റെ ഒരു സീക്വൻസ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ അത് സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ, ആ ഒരു സീക്വൻസ്, കോളേജ് കാലഘട്ടത്തിലെ സീക്വൻസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു സീക്വൻസ് ആവും അദ്ദേഹം സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എടുത്തിരുന്നത്. അപ്പൊ അതൊരു സീക്വൻസ് ആയി. 2 സീക്വൻസുകൾ എന്നുള്ളത് സിനിമയിലെ ഒരു പ്രധാന ഘടകമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ എന്തായിരുന്നു? വിവിധ തരം ക്യാമറയുടെ ആംഗിളുകൾ, അതുപോലെ തന്നെ പലതരം ആംഗിളുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി കുറച്ച് എഡിറ്റിംഗ് സങ്കേതങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം എഡിറ്റിംഗ് എന്നുള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് അല്ലെ. അപ്പൊ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട്, എഡിറ്റിങ്ങിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത്, എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് പല മേഖലകളെ കുറിച്ചിട്ടുമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ശബ്ദം, നിറം, വെളിച്ചം, സംഗീതം, സ്പെഷ്യൽ ഇഫക്റ്റുകൾ, ഇത്രയും സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുക. നിങ്ങൾക്കറിയാം, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശബ്ദം, നിറം, വെളിച്ചം, അതുപോലെ തന്നെ സംഗീതം, ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് സിനിമയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അല്ലെ. എഡിറ്റിംഗ് തന്ത്രത്തിലൂടെയാണ് ഇവയെല്ലാം സംയോജിപ്പിച്ച് എടുക്കുന്നത്. അറിയാലോ നിങ്ങൾക്ക് എന്താണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയാലോ, സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ തന്നെ ഒരു വീഡിയോ എടുത്തു എന്ന് വിചാരിക്കാം. പല പല വീഡിയോകളായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കാം. ആ വീഡിയോകളെല്ലാം സമന്വയിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുക? എഡിറ്റിംഗ് എന്ന് പറയുക. നമുക്ക് നോക്കാം എന്താണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിത്രീകരിച്ചു കഴിഞ്ഞ വിവിധ ദൃശ്യങ്ങൾ അർത്ഥപൂർണമായും സിനിമയുടെ കഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ ഒപ്പം ചേർത്ത് വെക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്ത് പറയാം? എഡിറ്റിംഗ് എന്ന് പറയുക അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം ഷോട്ടുകളായിട്ട് എടുക്കും. അപ്പൊ ഈ ഷോട്ടുകളെ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീനായി. പല പല സീനുകൾ എടുക്കും, ആ സീനുകളെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ആയി. ഇത്തരത്തിൽ ഈ സീക്വൻസുകളൊക്കെ ചേർത്ത് അതിനൊക്കെ കൃത്യമായി സിനിമയ്ക്ക് വേണ്ട വിധത്തിൽ അർത്ഥപൂർണമായി ഒരുമിച്ച് ചേർക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക? എഡിറ്റിംഗ് എന്ന് പറയുക. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ, എന്താണ് എഡിറ്റിംഗ് എന്നുള്ളത്. അപ്പൊ എഡിറ്റിംഗ് ഒരു മാന്ത്രികതയാണ് അല്ലെ.
അധികം എത്ര ഷോട്ടുകൾ എടുക്കുന്നുണ്ട്, അതിൽ ആവശ്യമുള്ള ഷോട്ടുകൾ ഉണ്ടായിരിക്കും, ആവശ്യമില്ലാത്ത ഷോട്ടുകൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ തെറ്റിപ്പോകുന്ന ഷോട്ടുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഷോട്ടുകളൊക്കെ ഒഴിവാക്കി ആ സിനിമയ്ക്ക് ആവശ്യമായത് എന്താണ്, അല്ലെങ്കിൽ ആ നിശ്ചിത സമയത്തിൽ എന്തെല്ലാം ഷോട്ടുകൾ ചേർക്കാൻ പറ്റും, ഇതൊക്കെ തീരുമാനിക്കുന്നത് എഡിറ്റിങ്ങിലൂടെയാണ് അല്ലെ. അപ്പൊ ഒരു സിനിമയ്ക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ത്, എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ശബ്ദം, വെളിച്ചം, നിറമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സിനിമയെ സംബന്ധിച്ച്. പക്ഷെ എങ്കിലും എഡിറ്റിംഗ് ആണ് അതിന്റെ മൂലഘടകം എന്ന് പറയുന്നത്. ഇനി എഡിറ്റിംഗ് എങ്ങനെയാ നടക്കുക? എഡിറ്റിംഗ് നടക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ തിരക്കഥയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും ആദ്യത്തെ സീൻ എന്താണ്, അതിൽ എന്തൊക്കെ രംഗങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെയെല്ലാമാണ് ചിത്രീകരിക്കേണ്ടത്. ഈ ചിത്രീകരിച്ച് ഇത്തരത്തിൽ തിരക്കഥയ്ക്ക് അടിസ്ഥാനമാക്കി തിരക്കഥയിൽ എന്തെല്ലാമാണോ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് അതിനെ ഷൂട്ട് ചെയ്തിട്ടുള്ള, ചിത്രീകരിച്ചിട്ടുള്ള ഓരോരോ ഷോട്ടുകൾ വെച്ച് സംയോജിപ്പിച്ചെടുക്കുന്ന വലിയ ദീർഘമായിട്ടുള്ളൊരു പ്രക്രിയയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എഡിറ്റിങ്ങിലൂടെയാണ് ഒരു സിനിമ അത്ര പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എഡിറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ ആ എഡിറ്റിംഗ് എന്താണെന്നും അത് സിനിമയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അതിലെ കുറച്ച് സങ്കേതങ്ങളെ കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ ശബ്ദം. എന്താ ശബ്ദത്തിന്റെ പ്രത്യേകത? അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് ശബ്ദത്തിലൂടെയാണ് അല്ലെ, കാണുന്നത് ക്യാമറയിലൂടെയാണെങ്കിലും ആ ഒരു കാണുന്ന ചിത്രീകരണത്തെ പൂർണ്ണമാക്കുന്നത് ശബ്ദമാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ക്യാമറയില് നിങ്ങൾ കാണുന്ന വീഡിയോയില് ശബ്ദം ഓണാക്കി വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കൈയിട്ടിട്ടും കാലിട്ടിട്ടും എന്തൊക്കെയാ കാണിക്കുന്നു മാത്രമാണ് തോന്നുക. അപ്പൊ ആ ഒരു നിങ്ങൾ കാണുന്ന ആ ഒരു ചിത്രീകരണത്തിൽ നടക്കുന്ന ആ ഒരു സന്ദർഭത്തെ പൂർണ്ണമാക്കുന്നത് ശബ്ദമാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ ശബ്ദം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യ കാലഘട്ടത്തിൽ നിശബ്ദ സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ, ശബ്ദ സിനിമകളായിരുന്നില്ല. ആദ്യകാലത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെ ശബ്ദം ചലച്ചിത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കാം എന്നുള്ള മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ശബ്ദം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ആദ്യ കാലഘട്ടത്തിൽ നിശബ്ദ സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സിനിമകളൊക്കെ നിശബ്ദ സിനിമകളായിരുന്നു. പിന്നീടാണ് ശബ്ദ സാന്നിധ്യം സിനിമകളിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ശബ്ദത്തിന് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ആദ്യം അവതരിപ്പിച്ചിരുന്ന നിശബ്ദ സിനിമകളുടെ ഒരു കാലഘട്ടം 1900 അല്ലെങ്കിൽ ആ ഒരു നൂറ്റാണ്ടില് എന്തുണ്ടായില്ല, ശബ്ദം വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു സംഭാഷണ രൂപത്തിലൊന്നും ആയിരുന്നില്ല ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ എങ്ങനെയായിരുന്നിരിക്കാം നോക്കാം. ചലച്ചിത്രത്തിന്റെ ശബ്ദത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യകാല സിനിമകളൊക്കെ നിശബ്ദ സിനിമയായിരുന്നു എന്ന് പറയുന്നു അല്ലെ. നിശബ്ദ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ, ശബ്ദമില്ലാത്ത സിനിമകളായിരുന്നു. അപ്പൊ അതിലെന്തൊക്കെയാ കാണിച്ചിരുന്നത്, ശബ്ദമില്ലാതെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു നിശബ്ദ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ചാർലി ചാപ്ലിന്റെ നിശബ്ദ സിനിമകൾക്കൊക്കെ വലിയ പ്രചാരമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ നിശബ്ദ സിനിമകൾ ഇറങ്ങിയിരുന്നെങ്കിലും പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിശബ്ദ സിനിമകളില് സംഗീതത്തിന് പ്രാധാന്യം, അത് സംഗീതം എന്ന് പറയുന്നില്ല, പശ്ചാത്തല സംഗീതം എന്ന് വേണമെങ്കിൽ പറയാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെ, അതിന് പ്രാധാന്യം നൽകാൻ തുടങ്ങി. അപ്പോൾ ചാർലി ചാപ്ലിന്റെ ഒരു തമാശ നിറഞ്ഞ ഒരു ചിത്രം കാണിക്കുന്ന സമയത്ത് ആ ചിത്രത്തിന്റെ വികാര തീവ്രത അല്ലെങ്കിൽ ഹാസ്യ തീവ്രത പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു പക്ഷേ അതിന് പുറകിലുള്ള പശ്ചാത്തല സംഗീതം നമ്മളെ സഹായിക്കും. ഇത്തരത്തിൽ പശ്ചാത്തല സംഗീതത്തിന് വലിയ പ്രചാരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ മനസ്സിലാക്കിയേക്കുക, ആദ്യം ശബ്ദ സിനിമകളായിരുന്നു, പിന്നീട് സിനിമകളിലേക്ക് പശ്ചാത്തല സംഗീതത്തെ ആയിരുന്നു സന്നിവേശിപ്പിച്ചിരുന്നത്. പിന്നീടാണ് അതിലേക്ക് എന്ത് വരുന്നത്, ശബ്ദം. പ്രധാനമായിട്ട് സിനിമയിലെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ, സംഭാഷണങ്ങൾ തന്നെയാണ് അല്ലെ. അതിനുശേഷമാണ് സംഗീതത്തിനൊക്കെ സ്ഥാനം. അപ്പൊ സംഭാഷണങ്ങൾ, കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുന്ന സംഭാഷണം, ആ സംഭാഷണം എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആ സംഭാഷണത്തെ അഭിനയിച്ച് അതിന്റെ ശബ്ദത്തിന്റെ ഭംഗിയൊക്കെ കാണിക്കണം എന്നുള്ളത്. അപ്പൊ സിനിമയിലെ ശബ്ദത്തിൽ ആദ്യം കടന്നു വരുന്നത് സംഭാഷണമാണെന്ന് ഓർക്കുക. അതിനുശേഷം
അതിനുശേഷം പശ്ചാത്തല സംഗീതം വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില പ്രകൃതിദത്തമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. പിന്നെ മലയാളികൾക്കോ അല്ലെങ്കിൽ ലോകർക്കെല്ലാം പ്രിയപ്പെട്ട സംഗീതം അല്ലെ, മ്യൂസിക്കിന്റെ വലിയ രീതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇത്തരത്തില് ശബ്ദവും സിനിമയും തമ്മിൽ വലിയ ബന്ധമാണ്. ശബ്ദം പലതരം ശബ്ദങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെ ശബ്ദങ്ങളുണ്ട്? ഇപ്പൊ ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് പലതരം ശബ്ദം, ഞാൻ നേരത്തെ പറഞ്ഞ വരിക്കാശ്ശേരി വരെ വിട്ടൊരു കഴിയില്ല, വരിക്കാശ്ശേരി വരെ ചിത്രീകരിക്കുകയാണ്. അപ്പൊ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് വരിക്കാശ്ശേരി മന അല്ലെ. ഏതൊക്കെ സിനിമ? ദേവാസുരം, രാപ്പകൽ, അങ്ങനെ അല്ലെ ഇപ്പോഴും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ തമിഴിലെ അരൺമന അല്ലെ, അരൺമന 4 ഒക്കെ ഷൂട്ട് ചെയ്തത് വരിക്കാശ്ശേരി മനയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകൾക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആയിട്ട് മാറിയുള്ള സ്ഥലമാണ് വരിക്കാശ്ശേരി മന. അപ്പൊ ഈ സ്ഥലത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലതരം ശബ്ദങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാം. നേരത്തെ പല പല സീനുകൾ ഒപ്പിയെടുക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ പല പല ശബ്ദങ്ങൾ ഒപ്പിയെടുക്കാം. പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ശബ്ദം. എന്തൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ശബ്ദം? ചിലപ്പോൾ ഒരു ചീവീടിന്റെ ശബ്ദമായിരിക്കും, കാറ്റിന്റെ ശബ്ദമായിരിക്കും, ഇല ഇളകുന്ന ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ ഇല ഇളകി അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു പാത്രം ഉടഞ്ഞ് താഴേക്ക് വീഴുന്ന ശബ്ദം, ഉത്സവങ്ങളുടെ ശബ്ദം. ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പലതരം ശബ്ദങ്ങളിലെ ചെണ്ടമേളത്തിന്റെ, കളിപ്പാട്ടങ്ങളുടെ, മനുഷ്യരുടെ, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ, ഇതിനെയൊക്കെ സിനിമയിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളത് ചെറിയൊരു ഇതല്ല, അതൊരു എഡിറ്റിംഗ് തന്ത്രം കൂടിയാണ്. അപ്പൊ ശബ്ദം സിനിമയിലെ അവിഭാജ്യ ഘടകമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു. പണ്ട് നമുക്ക് ശബ്ദം ഇല്ലാണ്ട് നമ്മൾ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ ശബ്ദ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കുക, സിനിമയിലെ ശബ്ദം ഒരു പ്രധാന സങ്കേതമാണ്. സിനിമയിലെ ഒരു പ്രധാന സങ്കേതമാണ് ശബ്ദം എന്ന് പറയുന്നത്. പക്ഷെ ആദ്യകാലത്ത് നിശബ്ദമായിട്ട് സിനിമകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ നിശബ്ദ സിനിമയായിരുന്നു ബാലൻ. പിന്നെ ചലിക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും ജീവൻ നൽകുവാനുള്ള കഴിവ് ശബ്ദത്തിന് ഉണ്ട്. പാട്ട്, പശ്ചാത്തല സംഗീതം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം ഇന്ന് സിനിമയിൽ കാണാനായി സാധിക്കുന്നുണ്ട്. ഇത്രയും പോയിന്റുകൾ ഓർത്തു വയ്ക്കുക. അതാണ് ശബ്ദത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അടുത്ത പോയിന്റാണ് നിറം അല്ലെ, കളർ. പലതരത്തിലുള്ള വർണ്ണം, എന്തൊക്കെ പേരിൽ നമുക്ക് പറയാം, വർണ്ണങ്ങൾ അല്ലെ. വർണ്ണങ്ങൾക്ക് മനുഷ്യന്റെ കണ്ണിന് കുളിരേകുന്ന അല്ലെങ്കിൽ കണ്ണിന് മനോഹരമാക്കുന്ന കാഴ്ചകൾ എപ്പോഴും നൽകുന്നത് നിറമുള്ള ചിത്രങ്ങളായിരിക്കും. ആദ്യകാലത്ത് ഞാൻ പറഞ്ഞു അല്ലെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നീടാണ് നിറങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള സിനിമകൾ വരാൻ തുടങ്ങി, കളർ ഫിലിംസ് വരാനായി തുടങ്ങുന്നത്. ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് സിനിമയിലേക്ക് എന്ത് വരുന്നത്? കളർ ചിത്രങ്ങൾ അല്ലെങ്കിൽ നിറങ്ങളുള്ള ചിത്രങ്ങൾ വരാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ചെറിയ 1-2 പോയിന്റ് ഈ കാര്യത്തിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ദൃശ്യങ്ങൾക്ക് നിറം പകരാൻ വേണ്ടിയിട്ട്, അതായത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിത്രങ്ങൾക്ക് നിറം പകരാൻ വേണ്ടി ആദ്യം ഉപയോഗിച്ചിരുന്നത് ഹാൻഡ് പെയിന്റിങ്, ടിൻറ്റിങ് എന്നിങ്ങനെ 2 തരത്തിലുള്ള രീതികളായിരുന്നു. ഹാൻഡ് പെയിന്റിങ് എന്ന് പറഞ്ഞാൽ അതായത് ചിത്രം എടുത്തതിന് ശേഷം അതിന് ഹാൻഡ് പെയിന്റ് ചെയ്തിട്ട് നിറം കൊടുക്കുക. എന്താ, കൈകൊണ്ട് ചിത്രങ്ങൾ വരച്ച് ചേർത്ത് അതിന് നിറം കൊടുത്തുകൊണ്ട് അതിനെ ദൃശ്യങ്ങളാക്കി പകർത്തുന്ന രീതിയൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് ടിൻറ്റിങ്, ഒരു ചെറിയ ടിൻറ്റൊക്കെ കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള രീതിയായിരുന്നു ആദ്യകാലത്ത് നിറത്തിലെ സാങ്കേതിക വിദ്യയായിട്ട് ഉപയോഗിച്ചിരുന്നത്. 1930-കളിൽ ടെക്നിക് കളർ അവതരിപ്പിച്ചതോടെയാണ് കളർ ഫിലിം. 1920 അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെ കളർ സിനിമ വരുന്നെങ്കിലും 1930-കളോടൊക്കെയാണ് എന്തുണ്ടാകുന്നത്? ടെക്നിക് കളർ എന്നുള്ള സംവിധാനത്തിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന ചലച്ചിത്രത്തിലെ കളർ സംവിധാനത്തിന്റെ ആദിപ്രരൂപം അല്ലെങ്കിൽ കുറച്ചും കൂടി അന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപമായിട്ട് ടെക്നിക് കളറിനെ കണ്ടിരുന്നത്. ഹാൻഡ് പെയിന്റിങ് അല്ലെങ്കിൽ ടിൻറ്റിങ് പോലെയുള്ള പ്രക്രിയയൊക്കെ നടക്കുന്നതിന് ഒരുപാട് സമയം എടുത്തിരുന്നു. ഒരു ദീർഘമായിട്ടുള്ള സമയം എന്തിനെടുത്തിട്ടുണ്ടായിരുന്നു? അത്തരത്തിലുള്ള ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ടിൻറ്റിങ് പോലെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ശേഷം ഈ ടെക്നിക് കളർ പോലെയുള്ള സംവിധാനങ്ങൾ അതിനെ കുറച്ചുകൂടി എളുപ്പമാക്കി തീർത്തു. ഒരു ഡിജിറ്റൽ സംവിധാനം കൂടിയാണ് അത്. ഇനി വെറുതെ ആണോ സിനിമയിൽ നിറങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? വെറുതെ എന്തെങ്കിലുമൊക്കെ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുന്ന സിനിമയ്ക്ക് തോന്നുന്നില്ല. പക്ഷെ സിനിമയിലെ നിറങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് വേണമെങ്കിൽ, അതായത് ചലച്ചിത്രത്തിന്റെ ഒരു മാനസികാവസ്ഥ, ചിത്രം സൃഷ്ടിക്കാൻ ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയെ ചിത്രീകരിക്കാൻ നിറങ്ങൾക്ക് വലിയ കഴിവുണ്ട്. ലൈറ്റിങ്ങിന് വലിയ കഴിവുണ്ട്. ലൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കും. നിറങ്ങൾക്ക് വലിയ കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തില്, അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ചിത്രം എന്തിന്റെ ചിത്രമാണ്? മഴവില്ലിന്റെ നിറങ്ങൾ അല്ലെ? പലതരത്തിലുള്ള നിറങ്ങൾ അതിൽ കാണുന്നുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ. നിറങ്ങൾക്ക് മനുഷ്യന്റെ മാനസികാവസ്ഥയെ മാറ്റാൻ കഴിയും അല്ലെ? അത് നല്ല ഭംഗിയുള്ള നിറങ്ങൾ കാണുമ്പോൾ, നല്ല ഭംഗിയുള്ള നിറത്തിലുള്ള പൂക്കളൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മാനസിക വ്യാപാരത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇരുണ്ട നിറങ്ങൾ മനുഷ്യനെ ഇരുളിലേക്ക് നയിക്കുന്ന പോലെയൊക്കെ ഒരു ചിന്ത ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ കളറുകൾക്ക് വലിയ പ്രാധാന്യമാണ് ചിത്രീകരണത്തിലുള്ളത്. അപ്പൊ കളറുകൾ സിനിമയിലെ ഒരു പ്രധാന ഘടകമായി വർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സിനിമയിലെ പ്രത്യേക സന്ദർഭത്തെ നിറപ്പകിട്ടാർന്ന് അവതരിപ്പിക്കുക, അതുപോലെ തന്നെ വർണ്ണങ്ങൾ ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. 1961 പുറത്തിറങ്ങിയിട്ടുള്ള കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയിലാണ് മലയാളത്തിൽ ആദ്യമായിട്ട് എന്തുപയോഗിക്കുന്നത്? മലയാളത്തിലെ ആദ്യ കളർചിത്രം എന്നറിയപ്പെടുന്ന സിനിമ ഏത് എന്നുള്ള ചോദ്യം എന്തെഴുതും? കണ്ടം വെച്ച കോട്ട്. അത്രേ ഉള്ളൂ നിറത്തിനെ കുറിച്ചിട്ട്. നിറത്തിലെ ആദ്യ സിനിമയെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ ചലച്ചിത്രത്തിന്റെ ആവിർഭാവം പറഞ്ഞ സമയത്ത് വിശദീകരിച്ചിരുന്നു അല്ലെ? എങ്കിലും നിങ്ങൾ ഈ ചലച്ചിത്രത്തിലെ സങ്കേതം എന്നുള്ള നിലയ്ക്ക് നിറത്തെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്തതായി വെളിച്ചം. വെളിച്ചം ദുഃഖമാണുണ്ണീ തമസ്സല്ലോ സുഖപ്രദം. നമ്മള് വെളിച്ചം എന്ന് പറഞ്ഞ അപ്പ പറയണ അല്ലെ, അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പ പറയണ വാക്കുകളാണ് ഇത്. അതുപോലെ വെളിച്ചം ദുഃഖമാണ്, തമസ്സാണോ സുഖപ്രദം എന്ന് തിരിച്ചും ചോദിക്കും. പക്ഷെ സിനിമയെ സംബന്ധിച്ച് വെളിച്ചമാണ് സിനിമയുടെ പ്രധാനപ്പെട്ട അല്ലെ, ലൈറ്റിങ്ങിന് വലിയ പ്രാധാന്യം സിനിമ അല്ലെങ്കിൽ ചലച്ചിത്രം നൽകുന്നുണ്ട്. ഒരു ചിത്രം കൃത്യമായ അതിന്റെ മികവോടെ ചിത്രീകരിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? വെളിച്ചം ആവശ്യമാണ്. എന്ന് വെച്ചിട്ട് നിറച്ച് ബൾബൊക്കെ ഇട്ട് വെച്ചിട്ട് സിനിമ ചിത്രീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഭംഗി ഉണ്ടാവുമോ? ഇല്ല അല്ലെ? സിനിമയ്ക്കും ആ പശ്ചാത്തലത്തിനും സന്ദർഭത്തിനും ആ സിനിമയിൽ നടക്കുന്ന വൈകാരിക തലത്തിനും അല്ലെങ്കിൽ നടക്കുന്ന സിറ്റുവേഷൻ അല്ലെ, അതിന്റെ വൈകാരിക തലത്തിനും അനുയോജ്യമായ രീതിയിൽ എങ്ങനെയെല്ലാം വെളിച്ചത്തെ സന്നിവേശിപ്പിക്കുന്നുവോ അപ്പോഴാണ് എന്ത് നടക്കുന്നത്? ആ സിനിമ അല്ലെ കൂടുതലായിട്ട് ആ ചിത്രത്തെ പൂർണ്ണമായിട്ട് പ്രേക്ഷകന് ഉൾക്കൊള്ളാനായി സാധിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലും വെളിച്ചത്തിന്റെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്തേണ്ടത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോ ഓർത്തു വയ്ക്കുക, സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? സിനിമയ്ക്കുണ്ട്. അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കും, ഒരു ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു പിറന്നാൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് പോവാണ്, കറണ്ട് പോവാണ് അല്ലെ. കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിന്റെ ഗതി മൊത്തത്തില് മാറി. പിന്നീട് അവിടെ കാണുന്ന പ്രേക്ഷകരിൽ ചിലപ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സന്ദർഭമായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഇത്തരത്തില് വെളിച്ചം കൊണ്ടുള്ള ഒരു കലയായിട്ട് സിനിമയെ മാറ്റാനായി സാധിക്കും. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേക ഒരു കഥാപാത്രത്തൊക്കെ എടുക്കുകയാണ്. ആ കഥാപാത്രത്തൊക്കെ എടുക്കുന്ന സമയത്ത് ആ കഥാപാത്രത്തെ മാത്രം ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ കഥാപാത്രമാണ് ആ സീനിലെ ഏറ്റവും പ്രധാന ആകർഷണം എങ്കിൽ ആ കഥാപാത്രത്തെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ലൈറ്റുകൾ ഉപയോഗിക്കും. ഇത്തരത്തില് ലൈറ്റിന്റെ പലവിധമായിട്ടുള്ള ഉപയോഗം സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിഴലുകൾ, ദൃശ്യ തീവ്രത, തിരഞ്ഞെടുത്ത ലൈറ്റിംഗ് എന്നിവയുടെ ഉപയോഗം കഥാപാത്രങ്ങളുടെ ചില സവിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങൾ ഊന്നി പറയാൻ, അവരുടെ വ്യക്തിത്വം കാണിക്കാനൊക്കെ ഉപയോഗിക്കും അല്ലെ. വെളിച്ചത്തിനനുസരിച്ച് വെളിച്ചം എങ്ങനെയെല്ലാം ക്രമീകരിക്കുന്നു എന്നതിനനുസരിച്ച് സിനിമയിലെ സന്ദർഭങ്ങൾക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റിംഗ്, സ്വാഭാവികമായിട്ടുള്ള വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കാം? സിനിമയിൽ നല്ല നല്ല ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വെളിച്ചം സിനിമയിലെ ഒരു പ്രധാന സങ്കേതമായി വർത്തിക്കുന്നു.
അടുത്തതായി സംഗീതത്തെ കുറിച്ച് പ്രത്യേക വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം സംഗീതം എന്താ. സിനിമ ഉണ്ടായ കാലം മുതൽക്ക് അതിനു മുന്നേ തന്നെ മലയാളികൾക്കോ ലോക പ്രേക്ഷകർക്കോ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് സംഗീതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനിമയിലൂടെ സംഗീതം ഒരുപാട് വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. ഒരു പശ്ചാത്തലം, ഒരു പ്രത്യേക സന്ദർഭത്തെ ചിത്രീകരിക്കുന്ന സമയത്ത് ആ ചിത്രീകരിക്കുന്ന സന്ദർഭത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക സംഗീതം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അത് പശ്ചാത്തല സംഗീതമായിക്കോട്ടെ, അല്ലാതെയുള്ള സിനിമാറ്റിക് പാട്ടുകളായിക്കോട്ടെ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സംഗീതത്തിന് ഒരു പ്രാധാന്യം സിനിമ പണ്ടുകാലം മുതൽക്ക് തന്നെ നൽകി വരുന്നുണ്ട് എന്നോർക്കുക. നിശബ്ദ സിനിമകളായിരുന്നതിന് ശേഷം പശ്ചാത്തല സംഗീതം നൽകുന്നതോടുകൂടി അക്കാലത്തിറങ്ങിയ നിശബ്ദ സിനിമകൾക്ക് വലിയ പ്രാധാന്യം കൈവന്നിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ചലച്ചിത്രത്തിന്റെ നാൾവഴികളിൽ ഒപ്പം വളർന്ന ഒരു മേഖലയായിരുന്നു സംഗീതം എന്ന് പറയുന്നത്. സംഗീതത്തെ കുറിച്ച് നമുക്കറിയാം, പലതരം മലയാളത്തിലുള്ള പാട്ടുകള്, ഇപ്പൊ റാപ്പ് സോങ്സ് ഒക്കെ വലിയ രീതിയിൽ ആളുകൾ കേൾക്കുന്നു. സംഗീതത്തിന്റെ പല വശങ്ങള്, സംഗീതത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതി, കർണാട്ടിക് സംഗീതം, ഗുജറാത്തി സംഗീതം എന്നൊക്കെ പലതരത്തിലുള്ള സംഗീതങ്ങൾ. ഇത്തരത്തില് സംഗീതത്തിന്റെ വലിയൊരു മേഖലയെ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് ചലച്ചിത്രം എന്ന് പറയുന്നത് അല്ലെ. ചലിക്കുന്ന ചിത്രത്തിനോടൊപ്പം അതിമധുരമായിട്ടുള്ള ശബ്ദത്തിൽ കേൾക്കുന്ന സംഗീതം പ്രേക്ഷകന് വലിയ അനുഭൂതികൾ ജനിപ്പിക്കുവാനായി സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലെ. അപ്പോ സംഭാഷണം, ഗാനങ്ങൾ, അന്തരീക്ഷത്തിലെ ശബ്ദം, ഇതൊക്കെ പലതരത്തിലുള്ള ശബ്ദ സാന്നിധ്യങ്ങൾ ഉണ്ടെങ്കിലും സംഗീതത്തിന് വലിയ പ്രാധാന്യം സിനിമ നൽകി പോകുന്നു. ഇനി കുറച്ച് സ്പെഷ്യൽ ഇഫക്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വലിയൊരു പ്രധാനപ്പെട്ട ഭാഗമൊന്നുമില്ല, എങ്കിലും പറഞ്ഞു പോകേണ്ട ഒരു ഏരിയയാണ് സ്പെഷ്യൽ ഇഫക്റ്റ്. എന്താണ് എഫക്റ്റ് അല്ലെ? ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പലപ്പോഴും സാധിക്കുന്ന സംഗീതങ്ങൾ നമ്മൾ നേരത്തെ നേരം പറഞ്ഞിട്ടുണ്ട്. നിറത്തിനും വെളിച്ചത്തിനും സംഗീതത്തിനും ശബ്ദത്തിനും ഒക്കെ സിനിമയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഫക്റ്റുകൾ സൃഷ്ടിക്കാനായി സാധിക്കും. നേരത്തെ പറഞ്ഞു നിറം അല്ലെങ്കിൽ വെളിച്ചം ഇല്ലാതാകുന്ന ഒരു പ്രത്യേക സന്ദർഭം. ഇത്രയും നേരം ഒരു പിറന്നാൾ ആഘോഷം നടക്കുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ വെളിച്ചം അപ്രത്യക്ഷമാകുന്ന ആ ഒരു സന്ദർഭം ആ കഥയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ പലതരത്തിലുള്ള നിറത്തിന്റെ ഉപയോഗവും ഇത്തരത്തിൽ ആ ഒരു സന്ദർഭത്തിന്റെ ഗതികളെ മാറ്റിമറിക്കാനുള്ള ശേഷി ഉണ്ടാക്കും. ഇതൊക്കെ സിനിമയെ സംബന്ധിച്ച് സിനിമയുടെ സ്പെഷ്യൽ ഇഫക്റ്റ് ആണ്. നിറം സൃഷ്ടിക്കുന്ന ഇഫക്റ്റ്, വെളിച്ചം സൃഷ്ടിക്കുന്ന ഇഫക്റ്റ്, ശബ്ദം സൃഷ്ടിക്കുന്ന എഫക്റ്റ്, അതുപോലെ തന്നെ സംഗീതം സൃഷ്ടിക്കുന്ന എഫക്റ്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുപക്ഷെ സിനിമയൊക്കെ ഇറങ്ങുന്ന പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ ഒരു സിനിമകളൊന്നും വലിയ രീതിയിൽ വിജയിക്കണമെന്നില്ല, അതേസമയം അതുപോലെ സംഗീതങ്ങളൊക്കെ വലിയ രീതിയിൽ വിജയിക്കുന്നു. ചില സിനിമകളിൽ ആ ഒരു സന്ദർഭത്തിനോട് ചേർന്ന് വരുന്ന സംഗീതത്തിന് വലിയ പ്രാധാന്യം. ഇത്തരത്തിൽ സംഗീതത്തിനും വെളിച്ചത്തിനും നിറത്തിനുമെല്ലാം വലിയ ഇഫക്റ്റുകൾ, ഒരു സ്പെഷ്യൽ ഇഫക്റ്റുകൾ സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റർ ചേർക്കുന്ന എഫക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഫെയ്ഡഡ് മോഡ്, ഫെയ്ഡ് ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള മോഡുകൾ ചേർക്കുന്നതിനേക്കാൾ ഉപരിയായി ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾക്ക്, എഡിറ്റിംഗ് സങ്കേതങ്ങളായിട്ട് ശബ്ദവും വെളിച്ചവും നിറവും ഒക്കെ പ്രവർത്തിക്കാം. അവയാണ് സ്പെഷ്യൽ ഇഫക്റ്റുകൾ എന്നോർത്ത് വയ്ക്കുക. എന്താണ് സിനിമയുടെ സ്പെഷ്യൽ ഇഫക്റ്റുകൾ സൃഷ്ടിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ശബ്ദത്തിനും വെളിച്ചത്തിനും നിറത്തിനുമെല്ലാം സിനിമയിലെ സ്പെഷ്യൽ ഇഫക്റ്റുകളെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നോർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണ്. ഒരു സൂപ്പർ താരം, നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതോ ആയിട്ടുള്ള ഒരു താരത്തെ നിങ്ങൾ മനസ്സിൽ അപ്പൊ വളരെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഹൈലി ബഡ്ജറ്റഡ്, ഹൈലി ആക്ഷൻ ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് നായകന്റെ എൻട്രി എന്ന് പറയുന്നത് അല്ലെ, നായകന്റെ രംഗപ്രവേശം എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഒന്നായിട്ട് തന്നെ ചിത്രീകരിക്കുവാൻ ശ്രമിക്കും. ഒരു മാസ സിനിമകളിലൊക്കെ, ഭൂരിഭാഗം മാസ സിനിമകളിലും അങ്ങനെ തന്നെയാണ് മാസ് കാണിക്കണം അല്ലെ, കഥാപാത്രത്തിന്റെ മാസ് കാണിക്കുന്ന ചിത്രത്തിലൊക്കെ. അപ്പൊ അത്തരത്തില് ആ ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ക്യാമറയ്ക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള പശ്ചാത്തലത്തിനോ ഒക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന
ഒരു എഫക്റ്റിനെ കാട്ടി ഒരു പക്ഷെ അവിടെയുള്ള വെളിച്ചത്തിനോ അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതത്തിനൊക്കെ സാധിക്കും വലിയ എഫക്റ്റ് നൽകാൻ, ആ മാസിനെ പൂർണ്ണമാക്കാൻ ഒരു പക്ഷെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ രംഗപ്രവേശം അത്രത്തോളം മാസാക്കി മാറ്റുന്നത് ഒരു പക്ഷെ സിനിമയായിരിക്കും. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം, ആ കഥാപാത്രം എൻട്രി ചെയ്യുന്ന സമയത്ത് ഒന്ന് സിനിമയോ പാട്ടോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം അല്ലെ? നമ്മൾ സിനിമ കാണുന്നവരാണെങ്കിൽ എന്തായാലും വരും. അപ്പൊ ഇത്തരത്തില് എഡിറ്റിംഗ് സങ്കേതങ്ങളായിട്ട് എന്തൊക്കെ വർത്തിക്കുന്നു? നമ്മളെ എഡിറ്റിംഗ് സങ്കേതങ്ങളായിട്ടാണ് നമ്മൾ ശബ്ദം, നിറം, വെളിച്ചത്തിലൊക്കെ പഠിച്ചില്ലേ? അപ്പൊ ഇതില് സിനിമയിലെ സ്പെഷ്യൽ എഫക്റ്റുകൾ സൃഷ്ടിക്കുവാൻ എന്തിനൊക്കെ സാധിക്കും? ഈ പറഞ്ഞ സ്പെഷ്യൽ ഇഫക്റ്റുകൾക്കായിട്ടുള്ള വെളിച്ചം, നിറം, ശബ്ദം, സംഗീതം എന്നിവയ്ക്കെല്ലാം സാധിക്കും എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് കഥാചിത്രങ്ങളാണ്. കഥാചിത്രം, ഡോക്യുമെന്ററി, ആനിമേഷൻ, ഇത്രയും ഭാഗങ്ങൾ കൂടിയാണ് നമുക്കിനി ഈ ഒരു ബ്ലോക്കിൽ ബാക്കിയുള്ളൂ. അപ്പൊ എന്താണ് കഥാചിത്രങ്ങൾ നോക്കാം. കഥാചിത്രം എന്നുള്ള പേര് നമുക്ക് അധികം സുപരിചിതമായിരിക്കില്ല. പക്ഷെ നമ്മൾ സിനിമ അല്ലെങ്കിൽ ചലിക്കുന്ന ചിത്രം, ചലച്ചിത്രം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിന് തന്നെയാണ് കഥാചിത്രങ്ങൾ എന്ന് പറയുക. പക്ഷെ ഒരു പ്രത്യേക കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ കഥാചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം, സിനിമയെ പൊതുവെ കഥാചിത്രം, സിനിമ എന്ന് പറയുന്ന ചലച്ചിത്രം എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നു. സിനിമ എന്നതിനെ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന എങ്കിൽ അധികം ഉപയോഗിക്കാത്തൊരു വാക്കാണ് കഥാചിത്രങ്ങൾ അഥവാ ഫീച്ചർ ഫിലിംസ് എന്ന് പറയുന്നത്. ഒരു ഫീച്ചർ, പ്രത്യേക കഥ, ഒരു സന്ദർഭം, പശ്ചാത്തലം ഒക്കെ അതിനുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഇതിനെയാണ് എന്ത് പറയുക? കഥാചിത്രങ്ങൾ എന്ന് പറയുക. അതായത് ഒരു പ്രത്യേക വിഷയം അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭത്തെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി നിശ്ചിത സമയം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ ഉണ്ടായിരിക്കും? 2 മണിക്കൂർ, 2.5 മണിക്കൂറൊക്കെ ഉള്ള, അതിൽ കൂടുതലുള്ള സിനിമകളൊക്കെ ഉണ്ട് അല്ലെ? അതുകൂടാതെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ള പല പല ഭാഗങ്ങളായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകളും ഉണ്ട്. എങ്കിലും ഒരു കഥാചിത്രത്തിന് നിശ്ചിതമായ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സമയത്തെ നമുക്ക് വേണമെങ്കിൽ നിശ്ചയിക്കാം. അത്തരത്തിലുള്ള ചിത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? കഥാചിത്രങ്ങൾ എന്ന് പറയുക. ഏകദേശം 80 മുതൽ 120 മിനിറ്റുകൾ വരെയുള്ള കഥാചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 120 എന്നുള്ളതല്ല കേട്ടോ, അതിന് കൂടുതൽ സമയത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മലയാളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ദി സ്റ്റോറി ഓഫ് ദി കെല്ലി ഗ്യാങ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ആദ്യമായിട്ട് 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ചിത്രീകരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, ലൂമിയർ സഹോദരന്മാരൊക്കെ ചലച്ചിത്രങ്ങൾ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഹ്രസ്വ ചിത്രങ്ങളായിരുന്നു അല്ലെ അവതരിപ്പിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ചിലതെല്ലാം മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. പിന്നീട് സമയത്തിന്റെ ദൈർഘ്യം കൂടി വന്നു. സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് എന്താ? കൃത്യമായിട്ടുള്ള ഒരു കഥയുണ്ടാകുന്നു, തിരക്കഥയുണ്ടാകുന്നു, അതിനെ എങ്ങനെയെല്ലാം ക്രമീകരിക്കണം എന്നുള്ള വ്യവസ്ഥകൾ ഉണ്ടാകുന്നു. അങ്ങനെ സിനിമയുടെ സമയദൈർഘ്യവും കൂടുന്നു, അഥവാ കഥാചിത്രങ്ങളുടെ സമയദൈർഘ്യവും കൂടുന്നു. പുറത്തേക്ക് എന്താ കഥാചിത്രം എന്നുള്ളത് സിനിമയെ തന്നെ മറ്റൊരു പേരായിട്ട് ഉപയോഗിക്കുന്നതാണ് കഥാചിത്രം അഥവാ ഫീച്ചർ ഫിലിംസ് എന്ന് പറയുന്നത്. കഥാചിത്രം എന്നുള്ള പേരിൽ തന്നെ ഓർത്തുവയ്ക്ക് കഥ ഒരു പ്രത്യേകമായിട്ടുള്ള കഥ അതിനകത്ത് ഉണ്ടാകുമെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് കഥാചിത്രങ്ങൾ. അടുത്തതായി ഡോക്യുമെന്ററി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡോക്യുമെന്ററികൾ എന്നുള്ളത്. ഡോക്യുമെന്ററിയും സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? സമയദൈർഘ്യത്തിലാണ് പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം ഉള്ളത്. ഡോക്യുമെന്ററികൾ 1 മണിക്കൂർ, 2 മണിക്കൂർ അങ്ങനെ നീണ്ടു നിൽക്കുന്നതായിരിക്കില്ല. ചുരുങ്ങിയ സമയത്തിനകത്ത് മാത്രമായിരിക്കും അതിലെ സന്ദർഭത്തെ അല്ലെങ്കിൽ പ്രത്യേക വിഷയത്തെ അവതരിപ്പിക്കുക. അത് മാത്രമല്ല, യഥാർത്ഥമായ ജീവിതത്തിനോട് അഭേദ്യമായിട്ടുള്ള ബന്ധം എന്തിനുണ്ടായിരിക്കും? ഡോക്യുമെന്ററികൾക്ക് ഉണ്ടായിരിക്കും. അതൊരു റിപ്പോർട്ട് പോലെയൊക്കെയാണ്. പ്രകൃതി ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കാം, ജീവിതാവസ്ഥകളെ കുറിച്ചിട്ടുണ്ടായിരിക്കാം, ചില മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൈമാറുന്ന ഡോക്യുമെന്ററികൾ. ഇത്തരത്തിലുള്ള ഡോക്യുമെന്ററികൾക്ക് ചുരുങ്ങിയ സമയം മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്.
ഒരു നോൺ ഫിക്ഷൻ ഫിലിം എന്നാൽ അല്ലെങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ ഡോക്യുമെന്ററി എന്നൊക്കെ ഇതിനെ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, യാഥാർത്ഥ്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവയാണ് ഈ ഡോക്യുമെന്ററികൾ എന്ന് പറയുന്നത്. യഥാർത്ഥമായി നടക്കുന്ന സംഭവങ്ങളോടും കാര്യങ്ങളോടും കാരണങ്ങളോടും അത് ഒരു സത്യസന്ധത പുലർത്തുന്നുണ്ട്. എന്താ പറയാ, ഡോക്യുമെന്ററികൾ യഥാർത്ഥമായ ജീവിതത്തോട് കൃത്യമായ ഒരു സത്യസന്ധത പുലർത്തുന്നുണ്ട് നമ്മുടെ ഡോക്യുമെന്ററികൾ എന്ന് വേണം കരുതാനായിട്ട്. ഈ ഡോക്യുമെന്ററികളെ നമുക്ക് മറ്റൊരു പേരിലും കൂടി വിളിക്കാം, ഹ്രസ്വചിത്രങ്ങൾ. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എന്താ? ഹ്രസ്വവും ദീർഘവും അല്ലെ. ഹ്രസ്വചിത്രം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് സമയം മാത്രം എടുത്ത് ചിത്രീകരിക്കുന്ന ചിത്രങ്ങളെയാണ് ഹ്രസ്വചിത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോ ദീർഘമായിട്ട് ചിത്രീകരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സിനിമ എന്നൊക്കെ പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം? ഡോക്യുമെന്ററിയിൽ സൂക്ഷ്മമായ ഗവേഷണങ്ങൾ ഉണ്ടായിരിക്കും, അഭിമുഖങ്ങൾ ഉണ്ടായിരിക്കാം, ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കാം. ഇവയൊക്കെ ചേർന്നതാണ് ഡോക്യുമെന്ററി. അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു ഘടകമൊക്കെ ഡോക്യുമെന്ററിയിൽ സ്വതവേ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ വലിയൊരു വിഷയത്തെ പറഞ്ഞെടുക്കാനും ഡോക്യുമെന്ററികൾ ഉപയോഗിക്കാറുണ്ട്. ഡോക്യുമെന്ററി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. സ്കോട്ടിഷ് ഡോക്യുമെന്ററി ഫിലിം മേക്കർ ആയിട്ടുള്ള ജോൺ ഗ്രിയേഴ്സൺ ആണ് ഇവിടെ നോട്ട് ചെയ്യാം. ജോൺ ഗ്രിയേഴ്സൺ ആണ് ആദ്യമായിട്ട് ഡോക്യുമെന്ററി എന്നുള്ള ഒരു വാക്കിനെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ഡോക്യുമെന്ററി സംവിധായകൻ കൂടിയായിരുന്നു. മലയാളത്തില് ഒരുപാട് ഡോക്യുമെന്ററികൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉദാഹരണത്തിന് ഒന്നുകൊണ്ട് ഡോക്യുമെന്ററികളൊക്കെ കണ്ടിരിക്കും. ഒരു 25 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉള്ള ഡോക്യുമെന്ററികൾ ഉണ്ട്. നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത കേൾക്കുന്നുണ്ടോ, വലിയ പ്രചാരമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. അതുപോലെ തന്നെ ബാബു കമ്പ്രാത്തിന്റെ കൈപ്പാട് നിലങ്ങളെ കുറിച്ചിട്ടുള്ളത് +2 സിലബസിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ഡോക്യുമെന്ററികൾക്കൊക്കെ വലിയ ഒരു ചരിത്രമുണ്ട്. ലോക സിനിമയുടെ ചരിത്രത്തിലാണെങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിലാണെങ്കിലും ഇന്നും ഡോക്യുമെന്ററികൾ നിരന്തരമായി നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഡോക്യുമെന്ററി എന്ന് ആലോചിക്കുമ്പോൾ, ഒന്ന് ഹ്രസ്വചിത്രമാണ്, ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും അതിനുണ്ടായിരിക്കുക, പക്ഷെ വലിയ വിഷയങ്ങളെ അത് കൈകാര്യം ചെയ്യുന്നു, സത്യസന്ധത പുലർത്തുന്നതാണ്. അതുപോലെ തന്നെ അതിൽ ഗവേഷണങ്ങൾ, അഭിമുഖങ്ങൾ, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഉൾച്ചേർന്നിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളെല്ലാം ചേർന്നതാണ് ഡോക്യുമെന്ററി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബ്ലോക്കിലെ അവസാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ആനിമേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം അല്ലെ, ആനിമേഷൻ കഥാപാത്രങ്ങള്, കാർട്ടൂൺ കഥാപാത്രങ്ങള് എല്ലാവർക്കും, വലിയവർ മുതൽ കുഞ്ഞു കുട്ടികൾ വരെ എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള നിരവധി ആനിമേഷൻ കഥാപാത്രങ്ങൾ നമുക്കുണ്ട് അല്ലെ. ഇന്നും ആനിമേഷൻ സിനിമയ്ക്ക് വലിയൊരു പ്രേക്ഷക സമൂഹം തന്നെ ലോകമെമ്പാടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ആനിമേഷൻ ഫിലിമുകളും നമ്മുടെ സിനിമാ ചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം. ഒരു കാലഘട്ടത്തിന് ശേഷം ആനിമേഷൻ, വാൾട്ട് ഡിസ്നിയാണ് ആനിമേഷൻ സിനിമകളെ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ തോമസ് ആൽവ എഡിസൺ ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം നിരവധി സിനിമകൾ ആനിമേഷൻ രംഗത്തുണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാം. അപ്പൊ എന്താണ് ആനിമേഷൻ? ആനിമേഷൻ എന്നത് പല തലമുറകളിലായി ഏവരും ആകർഷിപ്പിക്കുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഒരു കലാരൂപമാണ്. അതായത് സാങ്കേതിക വിദ്യയുടെ ഒരു കടന്നുവരവാണ് ചലച്ചിത്രത്തിന്റെ രൂപീകരണത്തിൽ തന്നെ വഴിയൊരുക്കിയിട്ടുള്ളത്. അത്തരത്തിൽ നിർമ്മിതമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് സിനിമ നിർമ്മിക്കുക എന്ന ആശയത്തിന് പുറത്താണ് കമ്പ്യൂട്ടറിന് അധിഷ്ഠിതമായിട്ടുള്ള സിനിമകൾ വരാൻ തുടങ്ങിയിട്ടുള്ളത്. അത്തരത്തിൽ കമ്പ്യൂട്ടറിനെ അധിഷ്ഠിതമായിട്ടുള്ള സിനിമകളെയാണ് ആനിമേഷൻ സിനിമകൾ അഥവാ ആനിമേഷൻ ഫിലിംസ് എന്ന് പറയുക.
ഇത് ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നത് ചെറിയ ചിത്രങ്ങൾ, ഇതിൽ ചിത്രങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഞാൻ പറഞ്ഞില്ലേ ആദ്യകാലത്ത് ചിത്രങ്ങൾ, പല പല ചിത്രങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിശ്ചിത സമയ ദൈർഘ്യത്തിനകത്ത് ചലിപ്പിക്കുമ്പോഴാണ് എന്ത് കാണാൻ സാധിക്കുന്നത്? ചലിക്കുന്ന ചിത്രങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തില് ചലിക്കുന്ന ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട്, വിവിധങ്ങളായിട്ടുള്ള ചിത്രങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ അഥവാ സാങ്കേതിക വിദ്യയുടെ സഹായം മൂലം ചലിപ്പിക്കുമ്പോൾ ദൃശ്യമാകുന്ന ചിത്രങ്ങളാണ് എന്തിലുള്ളത്? ആനിമേഷൻ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആനിമേറ്റ് ചെയ്തെടുക്കുകയാണ്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ആനിമേറ്റ് ചെയ്തെടുത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ആനിമേഷൻ ഫിലിംസ് ഉണ്ടാക്കുന്നത്. ഇതിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ആനിമേഷൻ സിനിമകൾ ഇറങ്ങിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കും. ഹാൻഡ് പെയിന്റിങ്, ഒരു പുസ്തകം എടുത്ത ഒരു പേപ്പറിൽ ഒരു ചിത്രം വരയ്ക്കുന്നു, അടുത്ത രംഗത്തെ അടുത്തൊരു ചിത്രമായിട്ട് വരയ്ക്കുന്നു. അങ്ങനെ പല പല ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളെ ചേർത്ത് അതിന് നിശ്ചയ സമയ ദൈർഘ്യത്തിലൂടെ കടത്തിവിടുമ്പോൾ എന്തുണ്ടാകുന്നു? നമുക്കൊരു വലിയ ചലിക്കുന്ന ചിത്രമായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ ആദ്യകാലത്തെ ആനിമേഷൻ ചിത്രങ്ങൾ എന്ന് പറഞ്ഞത് വരച്ചിട്ട് ആ ചിത്രങ്ങളെ പിന്നീട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ചലിപ്പിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് സാങ്കേതിക വിദ്യയുടെ വലിയ വളർച്ചയോടുകൂടി എന്തായി മാറി? കമ്പ്യൂട്ടറിൽ തന്നെ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുകയും അതിനെ ചലിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റുവാനും സാധിച്ചിരുന്നു. ഇപ്പൊ കാലഘട്ടം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. AI-യുടെ വരവോടുകൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി സിനിമാ ലോകം മൊത്തത്തിൽ മാറുകയാണ്. അല്ലെങ്കിൽ ആനിമേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ ഒരു അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരൊറ്റ വിരൽത്തുമ്പിൽ നിന്ന് നമുക്ക് തന്നെ പുതിയ കഥാപാത്രങ്ങളെ ഉണ്ടാക്കാൻ തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയൊക്കെ ഉണ്ടായിരിക്കുന്നു അല്ലെ. സാങ്കേതിക വിദ്യ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നു, നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമാണ് പുരോഗതി എന്നുള്ള ഒരു ഘടകം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത്തരത്തില് പരമ്പരാഗതമായ ഒരു രീതിയെ ഉൾച്ചേർത്ത് മുതൽ ഏറ്റവും നവീനമായ രീതിയിൽ വരെയുള്ള ആനിമേഷൻ സിനിമയുടെ ചരിത്രം നമുക്കുണ്ട്. ഇതാ അവിടെ നിൽക്കുന്ന ആളാരാണെന്ന് എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ. ആരാ? ഡോറ ഒരു ആനിമേഷൻ കഥാപാത്രമാണ്. ആര്? ഡോറ. അതുപോലെ തന്നെ ടോം ആൻഡ് ജെറി, അതുപോലെ തന്നെ ഇതാ വേറൊരാൾ നിൽക്കുന്നു, മിക്കി മൗസ്. മിക്കി മൗസിന്റെ ഒക്കെ ചിത്രങ്ങൾക്ക്, ആനിമേഷൻ ചിത്രങ്ങൾക്കായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ വലിയ പ്രചാരം ഉണ്ടായിരുന്നത്. ലോകത്തിലെ ഏത് വ്യക്തിയോട് ചോദിച്ചാൽ അറിയുന്ന കഥാപാത്രമായിട്ട് ആര് മാറിയിരുന്നു? മിക്കി മൗസ് മാറിയിരുന്നു. ഇതല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന കുറെ ആനിമേഷൻ കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. പിന്നീട് ഒരു ഡിസ്നിയുടെ ഒക്കെ, വാൾട്ട് ഡിസ്നി അവതരിപ്പിക്കുന്ന ഡിസ്നി എന്നുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് അല്ലെ. അതിന്റെ വരവോടുകൂടിയൊക്കെ ആനിമേഷൻ ലോകം തന്നെ വലിയ രീതിയിൽ വികാസം പ്രാപിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ആനിമേഷൻ സിനിമയ്ക്ക് ലോക സിനിമാ ചരിത്രത്തിൽ വലിയ സ്ഥാനം തന്നെയാണ് ഉള്ളത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും. കാർട്ടൂണുകൾ, പല പല കാർട്ടൂണുകൾ, കൂടുതൽ കാർട്ടൂണുകളാണ് ആനിമേഷൻ രംഗത്ത് വളരെയധികം സജീവമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്നി ഫിലിംസ് ഒക്കെ. അപ്പൊ ഇത്തരത്തില് ആനിമേഷന്റെ ഒരു കടന്നുവരവ് ചലച്ചിത്ര രംഗത്ത് സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയെ അടയാളപ്പെടുത്തുന്നത് ആനിമേഷൻ സിനിമകളിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ആനിമേഷൻ സിനിമകള് 2D 3D എന്നുള്ള ലെവലിലൊക്കെ ആയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് നോക്കി വെക്കുക, 12 മുതൽ 24 ചിത്രങ്ങൾ ഒരേ വേഗതയിൽ മാറുമ്പോൾ നമുക്കതൊരു ചലിക്കുന്ന ചിത്രമായിട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു സിനിമ 1 മണിക്കൂറുള്ള അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഉള്ള ഒരു ആനിമേഷൻ ചിത്രം ഉണ്ടാക്കണമെങ്കിൽ എത്രയധികം ചിത്രങ്ങൾ വേണ്ടി വരും അല്ലെ. ഒരു 12 മുതൽ 24 വരെയുള്ള ചിത്രങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്നത്? ഒരു ചിത്രം ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് തന്നെ. അപ്പൊ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു ആദ്യകാലങ്ങളിലെ ആനിമേഷൻ ചിത്രങ്ങൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സമീപകാലം വരെയുള്ള ആനിമേഷൻ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് അതിനെ വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. നോക്കാം, തോമസ് ആൽവ എഡിസൺ ആണ്
തോമസ് ആൽവ എഡിസൺ ആണ് ഈ ആനിമേഷൻ എന്നുള്ള സാങ്കേതിക വിദ്യക്ക് തുടക്കമിടുന്നത്. പിന്നെ അതിനുശേഷം വാൾട്ടർ ഡിസ്നി, വില്യം ഹന്ന ജോസഫ്, ബാർബറ തുടങ്ങിയിട്ടുള്ള നിരവധി ആനിമേഷൻ ചിത്രങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. വാൾട്ടർ ഡിസ്നിക്കൊക്കെ വലിയൊരു ചരിത്രം തന്നെയുണ്ട് ആനിമേഷൻ രംഗത്ത് എന്ന് ഓർത്ത് നോക്കാം. ഈ ആനിമേഷനെ വെറുതെ ഒരു കുട്ടികളായിരുന്നു വലിയ രീതിയിൽ ആനിമേഷനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. പക്ഷെ അതിനെ വെറും ഒരു ആനിമേഷൻ ഒരു വിനോദ ഉപാധിയായിട്ട് മാത്രമല്ല, അതൊരു തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും എല്ലാം ഇന്ന് നിരന്തരമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി, വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇന്ന് ആനിമേഷൻ വലിയ പ്രസിദ്ധി നേടിയിട്ടുണ്ട് എന്ന് പറയാം. ശാസ്ത്രത്തിന്റെ വളർച്ച, ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൂടുതൽ കുട്ടികളുടെ ചിന്തകൾ എപ്പോഴും വളരെ രസകരമായിട്ടുള്ള ചിത്രങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ. എന്തിനിപ്പോ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിവിധ സ്ലൈഡുകളിലായിട്ട് ഫോട്ടോകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് സാധാരണമായ ഒരു ക്ലാസ്സിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകും. അല്ലെങ്കിൽ നമ്മളത് കണ്ട് മനസ്സിലാക്കാണ്, അറിഞ്ഞു മനസ്സിലാക്കാണ്. അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പഠനാനുഭവം നൽകുവാനൊക്കെ ഈ ആനിമേഷന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആനിമേഷന്റെ ഒരു വലിയ ചരിത്രം ഉണ്ട്. അപ്പൊ അതിനെ ചുരുക്കിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. 1-2 ഉദാഹരണങ്ങൾ ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയാണ് ബ്ലോക്ക് 1-ലുള്ളത്. ബ്ലോക്ക് 1-ല് ബാക്കി ഭാഗമായിട്ടുള്ള വിശദ പഠനത്തിന് വരുന്നത് ഇത്രയും അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവല്ലോ. ഇത് ഈ ഒരു ലേഖനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വിശദ പഠനത്തിനായിട്ട് വരുന്നത്. അപ്പോൾ ഇവ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ബ്ലോക്ക് 1 ആയിട്ടുള്ള സിനിമയുടെ വ്യാകരണം എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അനവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാങ്കേതിക പദങ്ങൾ, സിനിമയുടെ സാങ്കേതികത സാങ്കേതികമായിട്ട് ഉപയോഗിക്കുന്ന പല വസ്തുക്കൾ, ക്യാമറയെ കുറിച്ച്, ആംഗിളുകളെ കുറിച്ച്, ഷോർട്ട്, സീക്വൻസ്, സീന് തുടങ്ങി ചിത്രങ്ങൾ, ഡോക്യുമെന്ററികൾ, ആനിമേഷൻ വരെ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു ചരിത്രം മുതൽക്ക്, നമ്മൾ ആദ്യം ചരിത്രത്തിലായിരുന്നു തുടങ്ങിയിരുന്നത് അല്ലെ. അപ്പോ ചരിത്രം മുതൽക്ക് ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു രീതി വരെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് കൂടിയാണ് ഇത്. ഇതിനോടനുബന്ധിച്ച് വരുന്ന വിശദ പഠനങ്ങളും നിങ്ങൾ പഠിക്കുക. ഇത്രയും എടുത്തിട്ടുള്ള ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പോയിന്റുകളെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കാം. അത്യാവശ്യം നന്നായി പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. നിങ്ങളെ കൊണ്ട് അത് സാധിക്കുകയും ചെയ്യും. അപ്പോ തുടർന്ന് ബ്ലോക്ക് 2-ന്റെ ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.